അതുപോലെ തന്നെ നമ്മുടെ കമ്പനിയുടെ എല്ലാമായ ഡാനി സാർ, അതുപോലെ തന്നെ എല്ലാമായ റിജി സാർ, ജോബി സാർ, ഇവരെ എല്ലാവരെയും മനസ്സുകൊണ്ട് ഹാർദവമായി, എല്ലാവർക്കും വേണ്ടി ഹാർദവമായി ഈ ഒരു സൂം പ്രോഗ്രാമിലേക്ക്, നമ്മുടെ കമ്മ്യൂണിറ്റി മീറ്റിലേക്ക് ഹാർദവമായി ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഇത്രയും ഭംഗിയായിട്ടുള്ള ഒരു ഗ്രോമാർക്ക് മർക്കൻഡൈൽ എന്ന് പറയുന്ന ഒരു ഓപ്പർച്യൂണിറ്റി നമുക്കായിട്ട് രണ്ട് കൈയിൽ നീട്ടി തന്ന നിങ്ങൾക്ക് 4 പേർക്കും നമ്മളുടെ ഒരു ബിഗ് സല്യൂട്ടും അതോടൊപ്പം തന്നെ വളരെ ഒരു നന്ദിയും അറിയിക്കുന്നു. ഇന്നത്തെ ഈ ഒരു സൺഡേയിൽ എന്തിനാണ് നമ്മൾ ഇവിടെ ഇങ്ങനെ ഒരു മീറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ നമുക്കറിയാം. എന്നാലും അതിന്റെ ഭാഗമായി എനിക്കൊന്ന് പറയേണ്ടത് ആവശ്യമായുണ്ട്. ഈ ഒരു സൺഡേ മീറ്റിംഗിൽ, ഈ ഒരു സൺഡേ ടൈമിൽ, ഈവനിങ് സെക്ഷനിൽ നമ്മുടെ BOP ബിസിനസ് ഓപ്പർച്യൂണിറ്റി പ്രസന്റേഷൻ കമ്പനി സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ എല്ലാവർക്കും അറിയാം, കമ്പനിയുടെ ഭാഗമായി ഒരു BOP സെക്ഷൻ ഉണ്ടായിരുന്നു. കമ്മ്യൂണിറ്റി വലുതായപ്പോൾ, കമ്പനി വലുതായപ്പോൾ, സെക്ഷൻ ആയി മാറിയപ്പോൾ, അതായത് ഓരോ ഗ്രൂപ്പുകളായി മാറിയപ്പോൾ, എക്സ്പാൻഡ് ചെയ്തപ്പോൾ, അത് പല ഗ്രൂപ്പിലേക്കുമായി പോയപ്പോൾ കമ്പനിയുടെ ആ പ്രോഗ്രാം താൽക്കാലികമായി അത് സ്റ്റോപ്പ് ചെയ്യുകയും ഓരോ ഗ്രൂപ്പിൽ BOP സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തു. വീണ്ടും കമ്പനി റീസ്റ്റാർട്ട് ചെയ്യുകയാണ് നമ്മുടെ BOP സെക്ഷൻ. അത് ഒഫീഷ്യലി അനൗൺസ്മെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും നമ്മളെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ നമ്മളോട് 2 വാക്ക് സംസാരിക്കുന്നതിന് വേണ്ടിയിട്ടും നമ്മളുടെ എല്ലാം പ്രിയങ്കരനായ റെസ്പെക്ട്ഫുള്ളി നമ്മളുടെ മാനേജിംഗ് ഡയറക്ടർ മിസ്റ്റർ എൽസൺ എലിയസ് സാറാണ്. സാറിനെ ഞാൻ വളരെ ഹാർദവമായി ഈ ഒരു വേദിയിലേക്ക് ഹാർദവമായി ക്ഷണിച്ചുകൊള്ളുന്നു. സർ, പ്ലീസ്. Sir, he is not here. Madam, Elson sir കേറിയിട്ടില്ലല്ലോ. എൽസൺ സാർ കേറിയിട്ടില്ലേ? ഇല്ല. ഓക്കെ, എക്സ്ട്രീംലി സോറി. എൽസൺ സാറ് സാറിന്റെ ടൈമിനുള്ളിൽ കയറാൻ പറ്റിയിട്ടില്ല. ഒരു ബിഗ് സോറി. എന്തായാലും സാർ വരുന്നവരേക്ക് ഒരു 2 സെക്കൻഡ് നമുക്ക് വെയിറ്റ് ചെയ്യാം. സാർ ഇപ്പൊ തന്നെ കേൾക്കും. ഓക്കെ, വെയിറ്റ് ചെയ്യാം മാഡം, വെയിറ്റ് ചെയ്യാം. ഓക്കെ, 1 സെക്കൻഡ് അറ്റൻഷൻ ഹിയർ. ഞാൻ ഒരു കാര്യം ഒന്ന് ഓർമ്മപ്പെടുത്തുവാണേ. ഇതൊരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ആണ്. എന്തെങ്കിലും ടെക്നിക്കൽ എറർസ് വന്നു കഴിഞ്ഞാൽ, ടെക്നിക്കൽ ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ വീണ്ടും നിങ്ങൾ ഈ ഒരു ലിങ്കിൽ തന്നെ കണക്ട് ചെയ്ത് കയറണം. കഴിഞ്ഞ ദിവസം അങ്ങനെ ഒരു മിസ്റ്റേക്ക് ഉണ്ടായി. അതുപോലെ തന്നെ കഴിയുന്ന എല്ലാവരും മൈക്കൊന്ന് മ്യൂട്ട് ചെയ്തോളൂ, വീഡിയോ ഓപ്പൺ ചെയ്തോളൂ, നന്നായിരിക്കും. മാഡം, സാർ വന്നിട്ടുണ്ടേ. ഓക്കെ ഓക്കെ, വെൽക്കം ബാക്ക്. എൽസൺ സാർ, ഗുഡ് ഈവനിങ്. സാറിന് വേണ്ടിയിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്യുമായിരുന്നു.
മാഡം പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തോ. ഓക്കെ സാർ, സാറിന് വേണ്ടി വെൽക്കം ചെയ്യുമായിരുന്നു ഇവിടെ. ഓക്കെ സാർ. പ്രസന്റേഷൻ കഴിഞ്ഞോ? ഓക്കെ, ഞാൻ ജസ്റ്റ് എത്തിയുള്ളൂ, ഞാൻ കയറിക്കോളാട്ടോ. പ്രസന്റേഷൻ ഇൻവൈറ്റ് ചെയ്യും. സെബാസ്റ്റ്യൻ സാറേ, സ്റ്റാർട്ട് ചെയ്യുന്നില്ലേ? പ്ലാൻ സ്റ്റാർട്ട് ചെയ്തോ? സെബാസ്റ്റ്യൻ സാറിന്റെ വോയിസ് ക്ലിയർ ആണോ? സാറേ ക്ലിയർ ആണ്. സെബാസ്റ്റ്യൻ സാർ പ്ലാൻ സ്റ്റാർട്ട് ചെയ്ത് ഞാൻ ക്ലോസ് ചെയ്തോളാം. ഓക്കെ, മഞ്ജുഷ മേഡം, നമുക്ക് പ്ലാൻ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ സാർ, ഓക്കെ ക്യാരി ഓൺ. ഓക്കെ, എന്തായാലും വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ദി ഈവനിങ് മീറ്റിംഗ്. മഞ്ജു മേഡം പറഞ്ഞതുപോലെ ഗ്രമഡ് മെർക്കന്റൈൽ കമ്പനിയുടെ ഒരുപാട് നാളുകൾക്ക് മുൻപ് നമ്മളിതുപോലെ ഒരു മീറ്റിംഗ് നടത്തിക്കൊണ്ടിരുന്നു. എന്നാൽ കുറച്ച് നാളുകൾക്ക് മുൻപ് അത് സ്റ്റോപ്പായി. എന്നാൽ ഇപ്പോൾ വീണ്ടും അത് നമ്മൾ റീ ഓപ്പൺ ചെയ്യുകയാണ്. വളരെ സന്തോഷത്തോടു കൂടെ ഈ ഒരു കമ്മ്യൂണിറ്റി മീറ്റിംഗിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും ഞാൻ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ്. അതിമനോഹരമായി തന്നെ ഈ ഒരു മീറ്റിംഗിന്റെ ആമുഖം മഞ്ജു മാഡം വളരെ ഭംഗിയായി തന്നെ അവതരിപ്പിച്ചു. സോ എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന ഉത്തരവാദിത്വം, എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് സെബാസ്റ്റ്യൻ എന്നാണ്. എറണാകുളം ജില്ലയിൽ വൈപ്പിലാണ് സ്വദേശം. ഏകദേശം 7 മാസക്കാലമായിട്ട് ഗ്രമഡ് മെർക്കന്റൈൽ കമ്പനിയുടെ ഭാഗമാണ്. വളരെ ആക്റ്റീവായിട്ട് സ്റ്റാർ ഇന്റർനാഷണൽ എന്ന് പറയുന്ന ഒരു ടീമുമായിട്ട് മുന്നേറി പോയിക്കൊണ്ടിരിക്കുന്നു. ഒരിക്കൽ കൂടി ഈ മീറ്റിംഗിൽ കടന്നു വന്ന എല്ലാവരെയും വിജയാശംസകളോട് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. നമുക്കറിയാം, ഈ മീറ്റിംഗിനകത്ത് കടന്നു വന്നിരിക്കുന്ന പ്രഗത്ഭരായ ലീഡേഴ്സ് ഉണ്ട്. ഗ്രമഡ് മെർക്കന്റൈലിനോടൊപ്പം സഞ്ചരിക്കുന്ന അതിപ്രഗത്ഭരായ ലീഡേഴ്സ്, അതുപോലെ തന്നെ ഈ ഒരു മീറ്റിംഗിൽ കടന്നു വന്നിരുന്ന പുതിയതായിട്ട് ഒരു ബന്ധുവിന്റെ സുഹൃത്തിന്റെ ഒക്കെ ക്ഷണം സ്വീകരിച്ച് ഇന്നിവിടെ ബിസിനസ് പ്ലാൻ ഉണ്ട് എന്ന് കേട്ടറിഞ്ഞുകൊണ്ട് വന്ന ഒരു കൂട്ടം ആളുകളും ഇതിനകത്ത് കടന്നു വരാം. സോ എല്ലാവരും ഞങ്ങൾ ഒരുമിച്ച് ഗ്രമഡ് കമ്പനിയുടെ പേരിലും മാനേജ്മെന്റ് പേരിലും ഞങ്ങളുടെ വ്യക്തിപരമായ പേരിലും ഞങ്ങൾ വെൽക്കം ചെയ്യുകയാണ്. സോ ഞാൻ ഡയറക്റ്റ് കമ്പനിയുടെ പ്ലാനിലേക്ക് കടക്കുവാൻ ആഗ്രഹിക്കുകയാണ്. മഞ്ജുമേന, എന്റെ വോയിസ് ക്ലിയർ അല്ലേ? ഒന്ന് സപ്പോർട്ട് ചെയ്യാവോ? മാഡം, എന്റെ വോയിസ് ക്ലിയർ അല്ലേ? ഓക്കെ, എനിവേ ഒരു സെക്കൻഡേ. മാഡം, എന്റെ വോയിസ് ക്ലിയർ അല്ലേ? മാഡം ഒന്ന് പറയാമോ? ഓക്കെ സാർ, ക്ലിയർ ആണ്. അത് ഓൾ മ്യൂട്ട് ചെയ്ത് വെച്ചിരിക്കുവായിരുന്നു. കുഴപ്പമില്ല. ഓക്കെ ക്ലിയർ. ഓക്കെ സാർ, ക്യാരി ഓൺ. താങ്ക് യു. എന്റെ സ്ലൈഡും കാണാമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ സാർ, ക്ലിയർ. ഓക്കെ, താങ്ക് യു. വൺസ് അഗൈൻ വെൽക്കം ടു ദി മെർക്കന്റൈൽ വേൾഡ്. നമുക്കറിയാം, ഇന്ത്യക്കകത്ത് കേരളത്തിൽ 2024 ആരംഭിച്ച ഇന്ന് ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനങ്ങളിലും വേര് പിടിച്ചുകൊണ്ട് അതിവേഗത്തിൽ യാത്ര ചെയ്യുന്ന ഒരു മനോഹരമായ കമ്പനിയെ കുറിച്ച് മനസ്സിലാക്കുവാനും അതിന്റെ പ്ലാൻ പഠിക്കുവാനുമാണ് നാം ഈ സൂമിന്റെ ഈ പ്ലാറ്റ്ഫോമിൽ കടന്നു വന്നിരിക്കുന്നത്. സോ നമ്മുടെ കമ്പനിയുടെ പേര് ഗ്രമഡ് മെർക്കന്റൈൽ എന്നാണ്. വെൽക്കം ടു ദി മെർക്കന്റൈൽ വേൾഡ്. നമുക്കറിയാം, ഏതൊരു ബിസിനസിനെ കുറിച്ച് അല്ലെങ്കിൽ ഏതൊരു കമ്പനിയെ കുറിച്ച് പഠിക്കുമ്പോഴും ആ കമ്പനിയുടെ പ്ലാൻ അല്ലെങ്കിൽ കമ്പനി ഏത് സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്.
സോ ഗ്രൊമട്ട് മെർക്കന്റൈൽ കമ്പനി ഏത് സിസ്റ്റത്തിലാണ് പ്രവർത്തിക്കുന്നത് എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം മൾട്ടി പോയിന്റ് മെർക്കന്റൈൽ സിസ്റ്റം MPMS എന്ന് പറയുന്ന മനോഹരമായ ഒരു നൂതന ആശയത്തിൽ വർക്ക് ചെയ്യുന്ന ഒരു കമ്പനിയാണ് ഗ്രൊമട്ട് മെർക്കന്റൈൽ എന്ന് പറയുന്നത്. എന്താണ് മൾട്ടി പോയിന്റ് മെർക്കന്റൈൽ സിസ്റ്റം എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം ദ മൾട്ടി പോയിന്റ് മെർക്കന്റൈൽ സിസ്റ്റം ഈസ് എ ബിസിനസ് മോഡൽ ദാറ്റ് കമ്പൈൻസ് ട്രഡീഷണൽ ആൻഡ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്. ഒരേ സമയം ഒരു പ്ലാറ്റ്ഫോമിലൂടെ ട്രഡീഷണൽ ആയിട്ടുള്ള ബിസിനസ്സും അതേസമയം തന്നെ നെറ്റ്വർക്ക് മാർക്കറ്റിംഗും ചെയ്യുവാൻ പറ്റുന്ന ഒരു മനോഹരമായിട്ടുള്ള ആശയമാണ് MPMS എന്ന് പറയുന്നത്. നമുക്കൊക്കെ അറിയാം, നമ്മൾ ഒത്തിരി സിസ്റ്റങ്ങൾ കേരളത്തിനകത്തുള്ള വ്യക്തികൾക്ക് പ്രത്യേകിച്ച് അറിയാം, ഒത്തിരി സിസ്റ്റങ്ങളെ കുറിച്ച് നമ്മൾ പഠിക്കുന്നവരാണ്. MLM, അതുപോലെ ഡയറക്ട് സെല്ലിംഗ്, ഡയറക്ട് മാർക്കറ്റിംഗ്, മൾട്ടി മാർക്കറ്റിംഗ് അങ്ങനെ തുടങ്ങിയ നിരവധിയായ സിസ്റ്റങ്ങളെ നമുക്കറിയാവുന്ന വ്യക്തികളാണ്. സോ ഇവിടെയാണ് മൾട്ടി പോയിന്റ് മെർക്കന്റൈൽ സിസ്റ്റം പോലെയുള്ള ഒരു നൂതന ആശയം. നമുക്കൊക്കെ അറിയാവുന്നത് പോലെ 1940കളിലേക്ക് നമ്മളൊന്ന് എത്തി നോക്കുകയാണ് എങ്കിൽ അവിടെ ഒരു അഗ്രികൾച്ചർ ഏജ് ആണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്, അല്ലെ? കാർഷികമായ മേഖലകളൊക്കെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഒത്തിരി ഭൂവുടമകളൊക്കെ ഉള്ള ഒരു ഏജിലാണ് 1940കളിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അതിനുശേഷം കാലഘട്ടം പിന്നീട് വരുമ്പോൾ നമുക്കറിയാം 1960കളിലൊക്കെ ഒരു എംപ്ലോയീസിന്റെ കാലഘട്ടമായിട്ട് അത് മാറുന്നു. ഒരു ഇൻഡസ്ട്രിയൽ ഏജിലേക്ക് കാലഘട്ടം വഴിമാറുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. ഇനി ഇതിനുശേഷം ഒരു 1990കളിലേക്ക് നമ്മൾ വരുമ്പോൾ അതൊരു ഇൻഫർമേഷൻ ഏജിലേക്ക് നമ്മൾക്ക് കാലഘട്ടം വഴിമാറുന്നതായിട്ട് കാണുവാൻ സാധിക്കും. എന്നാൽ 2010 മുതൽ ഇങ്ങോട്ടേക്ക് നമ്മളായിരിക്കുന്ന ഏജിന്റെ പേര് വിളിക്കുക കോഗ്നിറ്റീവ് ഏജ് എന്നാണ്. എന്താണ് കോഗ്നിറ്റീവ് ഏജിന്റെ പ്രത്യേകത? ആശയങ്ങളെ വിൽപ്പന ചെയ്യുന്ന അല്ലെങ്കിൽ ആശയങ്ങളെ രൂപവൽക്കരിച്ചുകൊണ്ട് ആ ആശയങ്ങളെ വിൽപ്പനയാക്കി മാറ്റുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളായിരിക്കുന്നത്. സോ ഈ കാലഘട്ടത്തിന്റെ ആശയങ്ങളെല്ലാം നമ്മൾക്കൊക്കെ അറിയാവുന്നതാണ്. ഫേസ്ബുക്ക് ഒരു ആശയമാണ്, യൂട്യൂബ് ഒരു ആശയമാണ്, അതുപോലെ തന്നെ പുതിയ ആമസോൺ, ഫ്ലിപ്കാർട്ട്, മിന്ത്ര, സ്നാപ്ഡീൽ തുടങ്ങിയ നിരവധിയായിട്ടുള്ള ആശയങ്ങൾ നമുക്ക് ചുറ്റും ഇന്നുണ്ട്. സോ അത്തരത്തിൽ ഒരു കോഗ്നിറ്റീവ് ഏജിലേക്ക് കാലഘട്ടം മാറിക്കൊണ്ടിരിക്കുമ്പോൾ, കാലഘട്ടം മാറുന്നതിനനുസരിച്ച് നമ്മൾ മാറിയില്ലെങ്കിൽ നമ്മൾ പഴമക്കാരായി പോകും. സോ ഇവിടെയാണ് MPMS പോലെയുള്ള ഒരു പുതിയ സിസ്റ്റത്തിന്റെ ആവശ്യകത എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു സിസ്റ്റത്തിനകത്തേക്ക് കാലുവെക്കുമ്പോൾ, MPMS എന്ന് പറയുന്ന സിസ്റ്റത്തിന് കൂടെ നടക്കുമ്പോൾ, ഒരു ആമസോൺ പോലെ അല്ലെങ്കിൽ ഒരു ഫ്ലിപ്കാർട്ട് പോലെ ഒരു പുതിയൊരു സിസ്റ്റം, അല്ലെ? എപ്പോഴും ആമസോൺ എന്ന് പറയുന്ന ഒരു കമ്പനിയെ കുറിച്ച് കുറെ നാളുകൾക്ക് മുമ്പ് നമുക്കൊന്നും ചിന്തിക്കുവാനേ സാധിക്കത്തില്ലായിരുന്നു. അതുപോലെ ഫ്ലിപ്കാർട്ട് എന്ന് പറയുന്ന ഒരു കമ്പനിയെ കുറിച്ച് നമുക്ക് ചിന്തിക്കുവാനേ കഴിയത്തില്ലായിരുന്നു. അതുപോലെ ഓല, യൂബർ, സൊമാറ്റോ തുടങ്ങിയ നിരവധിയായിട്ടുള്ള ആശയങ്ങളെ നമുക്ക് കാണുവാൻ സാധിക്കും. അത്തരത്തിലുള്ള ഒരു പുതിയ ആശയമാണ് MPMS എന്ന് പറയുന്നത്. ഗ്രൊമട്ട് കമ്പനിയുടെ വിഷൻ എന്താണ് എന്ന് ചോദിച്ചാൽ, ഗ്രൊമട്ട് കമ്പനിയുടെ വിഷൻ MPMS സിസ്റ്റം പ്രോപ്പർ ഗൈഡൻസോടുകൂടെ, നല്ല സപ്പോർട്ടിംഗ് സിസ്റ്റത്തോടു കൂടെ ലോകത്തിന് മുമ്പിൽ അവതരിപ്പിക്കുക എന്നുള്ള ഒരു വലിയ വിഷനാണ് ഗ്രൊമട്ട് മെർക്കന്റൈൽ കമ്പനിക്കുള്ളത്. സോ കമ്പനിയുടെ മിഷൻ എന്താണെന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം ഇതാണ്: എവരിവൺ ഹാസ് എ ഡ്രീം. സ്വപ്നങ്ങളില്ലാത്തവരായി ആരും തന്നെ ഇല്ല. പക്ഷെ ആ സ്വപ്നങ്ങളിലേക്ക് എത്തുവാനുള്ള ഓപ്പർച്യൂണിറ്റിയാണ് നമ്മൾക്ക് ക്ഷാമം. എല്ലാവർക്കും സ്വപ്നങ്ങളുണ്ട്, പക്ഷെ ആർക്കും ആ സ്വപ്നങ്ങളിലേക്ക് എത്തിച്ചേരുവാനായിട്ട് സാധിക്കുന്നില്ല. അത്തരത്തിൽ ഓരോ വ്യക്തികളുടെയും സ്വപ്നങ്ങളിലേക്ക് എത്തിക്കേറുവാനുള്ള ഒരിടമാണ് ഗ്രൊമട്ട് മെർക്കന്റൈൽ കമ്പനിയുടെ മിഷൻ എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ ഗ്രേറ്റ് ഫൗണ്ടർ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ മിസ്റ്റർ എൽസൺ എലിയാസ് സാർ. നമ്മളെല്ലാം ക്ഷമയോടെ കാത്തിരിക്കുന്നതും ഇദ്ദേഹത്തിന്റെ ഒരു സ്പീച്ച് കേൾക്കാൻ വേണ്ടിയാണ്. സോ ഈ ഒരു പ്രോഗ്രാമിന്റെ അവസാനം നമ്മുടെ ഗ്രേറ്റ് ഫൗണ്ടർ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ എൽസൺ സാർ നമ്മളോട് കൂടെ സംസാരിക്കുന്നുണ്ട് എന്നുള്ളത് വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ്. സോ ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് കമ്പനിയുടെ ലീഗൽ ഡോക്യുമെന്റ്സ് എന്ന് പറയുന്നത്. നമുക്കറിയാം, ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു സിസ്റ്റത്തിന്റെ കൂടെ നമ്മൾ പ്രവർത്തിക്കണമെങ്കിൽ ലീഗാലിറ്റി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ്. ഇവിടെ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുവാൻ സാധിക്കും പാൻ കാർഡ്, ഫോം C, GST സർട്ടിഫിക്കറ്റ്, ഉദ്യം സർട്ടിഫിക്കറ്റ്, ഉദ്യം രജിസ്ട്രേഷൻ, അതുപോലെ തന്നെ നമ്മൾക്ക് കമ്പനിക്ക് മറ്റു പല സർട്ടിഫിക്കറ്റുകളും കമ്പനി കരസ്ഥമാക്കിയിട്ടുണ്ട്. ISO അംഗീകരിച്ച കമ്പനിയാണ് നമ്മളുടെ കമ്പനി എന്ന് പറയുന്നത്. മൾട്ടി പോയിന്റ് മെർക്കന്റൈൽ സിസ്റ്റത്തിന്റെ സർട്ടിഫിക്കറ്റ് നമ്മുടെ കയ്യിലുണ്ട്. കേരളത്തിനകത്തും അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെന്റും കേരള ഗവൺമെന്റും അനുശാസിക്കുന്ന എല്ലാവിധ നിയമ സംഹിതകൾക്കകത്തുമാണ് നമ്മുടെ കമ്പനി പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ്. സോ നമുക്ക് ഇനി വരാനുള്ളത് പ്രോഡക്റ്റ് കാറ്റഗറിയിലേക്കാണ്. എന്താണ് ഗ്രൊമട്ട് കമ്പനിയുടെ പ്രോഡക്റ്റ് കാറ്റഗറി എന്നൊന്ന് നമുക്ക് എത്തി നോക്കാം. ഇവിടെ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുവാൻ സാധിക്കും പേഴ്സണൽ കെയർ, ഹോം കെയർ, ഫാം കെയർ, ഹെൽത്ത് ആൻഡ് വെൽനസ്, ഡിജിറ്റൽ പ്രൊഡക്ട്സ്, എഡ്യൂക്കേഷണൽ പ്രൊഡക്ട്സ്. ഒരു മനുഷ്യന് എന്തൊക്കെയാണോ അവന്റെ ദൈനംദിന ജീവിതത്തിലേക്ക് ആവശ്യമുള്ള ഉൽപ്പന്നങ്ങൾ, ആ ഉൽപ്പന്നങ്ങളെയാണ് കമ്പനി നമ്മുടെ പ്രോഡക്റ്റ് കാറ്റഗറിയിലേക്ക് എത്തിക്കുവാൻ വേണ്ടി ഉദ്ദേശിച്ചിരിക്കുന്നത്. ഏകദേശം 40-ന് മുകളിൽ നമുക്കിപ്പോൾ നമ്മുടെ പ്രോഡക്റ്റ് കാറ്റഗറിയിൽ നമ്മളുടെ പ്രോഡക്റ്റുകൾ നമുക്ക് അവൈലബിൾ ആണ്. അതിൽ എടുത്തു പറയേണ്ടതാണ് ഹെൽത്ത് ആൻഡ് വെൽനസ് എന്ന് പറയുന്നത്. ക്ലാമി ന്യൂയോർക്ക് പോലെയുള്ള
5 രാജ്യങ്ങളിൽ 5 സ്റ്റാർ റേറ്റിംഗോടുകൂടെ മുന്നേറുന്ന ക്ലാമി ന്യൂയോർക്ക് പോലെയുള്ള വെൽനസ് പ്രോഡക്റ്റുകൾ നമ്മുടെ കമ്പനിയിൽ ഉണ്ട് എന്ന് പറയുന്നത് വളരെയധികം സന്തോഷകരമായ കാര്യമാണ്. ബോട്ട് തുടങ്ങിയ ഇന്റർനാഷണൽ പ്രോഡക്റ്റ് നമ്മുടെ കമ്പനിയിൽ പ്രോഡക്റ്റ് കാറ്റഗറിയിൽ അവൈലബിൾ ആണ്, ഡിജിറ്റൽ പ്രോഡക്ട്സിൽ അവൈലബിൾ ആണ് എന്ന് പറയുന്നത് വളരെ സന്തോഷകരമായ കാര്യമാണ്. അതുപോലെ തന്നെ ഗ്രോബറി ജ്യൂസ് നമുക്ക് അവൈലബിൾ ആണ്. അങ്ങനെ പ്രോഡക്റ്റിന്റെ കാറ്റഗറി എടുത്തു പറയുകയാണെങ്കിൽ ഒത്തിരി പ്രോഡക്റ്റുകളെ ഹെൽത്ത് ആൻഡ് വെൽനസ് ആയിക്കൊള്ളട്ടെ, ഡിജിറ്റൽ പ്രോഡക്ട്സ് ആയിക്കൊള്ളട്ടെ, അതുപോലെ ഫാം കെയർ ആയിക്കൊള്ളട്ടെ, അതുപോലെ ഹോം കെയർ ആയിക്കൊള്ളട്ടെ, പേഴ്സണൽ കെയർ ആയിക്കൊള്ളട്ടെ, അങ്ങനെ എടുത്തു പറയത്തക്ക രീതിയിലുള്ള പ്രോഡക്റ്റുകളൊക്കെ നമ്മുടെ കാറ്റഗറിയിൽ ഉണ്ട് എന്നുള്ളതാണ് ഗ്രോമറ്റ് മെർക്കന്റൈൽ കമ്പനിയുടെ പ്രത്യേകത. ഇനി നമ്മൾ കമ്പനിയുടെ പ്ലാനെ കുറിച്ചാണ് ഇവിടെ ചർച്ച ചെയ്യുവാൻ പോകുന്നത്. ഗ്രോമറ്റ് മെർക്കന്റൈൽ കമ്പനിയുടെ ഭാഗമായി നമുക്കറിയാം ഇവിടെ ഒത്തിരി കമ്പനികൾ ഇവിടെ അവൈലബിൾ ആണ്. ഇപ്പോൾ ആമസോൺ അവൈലബിൾ ആണ്, ഫ്ലിപ്കാർട്ട് അവൈലബിൾ ആണ്, അന്ന് വേണ്ട നിരവധിയായിട്ടുള്ള കമ്പനികൾ നമുക്ക് അവൈലബിൾ ആണ്. പക്ഷേ ഗ്രോമറ്റ് മെർക്കന്റൈൽ കമ്പനിയോട് നമ്മൾ അസോസിയേറ്റ് ചെയ്താൽ നമ്മൾക്ക് എന്താണ് വരുമാനമായി ലഭിക്കുക എന്നുള്ളതാണ് ഇനി നമ്മൾ പഠിക്കുവാൻ പോകുന്നത്. സോ ഹൗ ടു എൻ്റർ ദ പ്ലാറ്റ്ഫോം, എങ്ങനെ ഗ്രോമറ്റ് മെർക്കന്റൈൽ കമ്പനിയിൽ നമുക്ക് അസോസിയേറ്റ് ചെയ്യുവാൻ സാധിക്കും എന്നുള്ളതാണ്. വളരെ സിമ്പിൾ ആണ്. നമ്മളുടെ KYC ഡോക്യുമെന്റ്, ആരാണോ നിങ്ങളെ ഇതിനകത്ത് ഇൻവൈറ്റ് ചെയ്തത് ആ വ്യക്തിക്ക് KYC ഡോക്യുമെന്റ് സബ്മിറ്റ് ചെയ്യുക. പാൻ കാർഡും ബാങ്ക് ഡീറ്റെയിലും നോമിനി ഡീറ്റെയിൽ കൊടുത്താൽ വളരെ അത്യുത്തമം. അങ്ങനെ കൊടുത്തുകൊണ്ട് നിങ്ങൾക്കൊരു ഡിസ്ട്രിബ്യൂഷൻഷിപ്പ് ഈ കമ്പനിയിൽ നിന്ന് ഫ്രീ ആയി വാങ്ങിച്ചെടുക്കുവാൻ സാധിക്കും. ആ പദം ഞാൻ ഒരിക്കൽ കൂടി ഉപയോഗിക്കുകയാണ്. കമ്പനിയിൽ ഡിസ്ട്രിബ്യൂഷൻഷിപ്പ് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. സോ എങ്ങനെ ഇത് പ്രൊമോട്ട് ചെയ്യാൻ സാധിക്കും, ഈ ബിസിനസ് നിങ്ങൾക്ക് എങ്ങനെ പ്രൊമോട്ട് ചെയ്യാൻ സാധിക്കും? ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും നിങ്ങൾക്ക് ഈ ഒരു ബിസിനസ് പ്രൊമോട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓൺലൈനായിട്ടും അതുപോലെ ഫിസിക്കലായിട്ടും നിങ്ങൾക്ക് ഈ ഒരു ബിസിനസ് പ്രൊമോട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി എന്തൊക്കെയാണ് പ്രോഫിറ്റ് ഷെയറിംഗ് പ്ലാൻ എന്നുള്ളതാണ് നമ്മൾ നോക്കുവാൻ പോകുന്നത്. ഇവിടെ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്നത് പോലെ 6 തരത്തിലുള്ള പ്രധാനപ്പെട്ട വരുമാനങ്ങൾ നമുക്ക് വാങ്ങിച്ചെടുക്കുവാൻ സാധിക്കും. ഒന്ന് സെൽഫ് പർച്ചേസ് ഇൻകം ആണ്, 2 ഓർഗനൈസേഷൻ എക്സ്പാൻഷൻ ബോണസ് ആണ്, 3-മതായി റീപർച്ചേസ് ബോണസ് ആണ്, 4-മത്തേത് റോയൽറ്റി ആൻഡ് റിവാർഡ്സ് ആണ്, 5-മത്തേത് മെന്റർഷിപ്പ് ബോണസ് ആണ്, 6-മത്തേത് ഡയറക്റ്റ് റെഫറൽ ഇൻകം ആണ്. ഇങ്ങനെ 6 തരത്തിലുള്ള പ്രധാനപ്പെട്ട വരുമാനം നമുക്ക് വാങ്ങിച്ചെടുക്കുവാൻ പ്രോഫിറ്റ് ഷെയറിംഗ് പ്ലാനിലൂടെ നമുക്ക് സാധിക്കും. 1-മത്തെ വരുമാനം മെർക്കന്റൈൽ സെൽഫ് പർച്ചേസ് ഇൻകം ആണ്. നമുക്കറിയാം നമ്മുടെ കമ്പനി ഒരു ഷോപ്പി സിസ്റ്റം സ്റ്റാർട്ട് ചെയ്യുകയും ആ ഷോപ്പി സിസ്റ്റം മുഖാന്തരമായിട്ട് ഓരോ പിൻകോഡുകളിലും, ഇന്ത്യയിലുള്ള എല്ലാ പിൻകോഡുകളിലും കമ്പനി ഓരോരോ സൂപ്പർ മാർക്കറ്റ്, ഗ്രോസറി ഷോപ്പ്, അങ്ങനെ നിരവധിയായിട്ടുള്ള ചെറുകിട സ്ഥാപനങ്ങളുമായി ടൈപ്പിലൂടെ വരികയും ആ ടൈപ്പിൽ വരുമ്പോൾ നമ്മളുടെ ഡിസ്ട്രിബ്യൂഷൻ ചാനലിലേക്ക് വരുന്ന എല്ലാ വ്യക്തികൾക്കും അവിടെ നിന്ന് പർച്ചേസ് ചെയ്യാനുള്ള അവസരം കൊടുക്കുകയും അങ്ങനെ പർച്ചേസ് ചെയ്യുന്ന ഉൽപ്പന്നങ്ങളുടെ കമ്പനി നിശ്ചയിച്ചിരിക്കുന്ന സെയിൽസ് ഇൻസെന്റീവിന്റെ 20%, പ്രോഫിറ്റിന്റെ 20% ആരാണോ പർച്ചേസ് ചെയ്യുന്നത് ആ വ്യക്തിക്ക് തിരിച്ചു കൊടുക്കുന്ന വരുമാനത്തെയാണ് മെർക്കന്റൈൽ സെൽഫ് പർച്ചേസ് ഇൻകം എന്ന് കമ്പനി വിളിക്കുന്നത്. ഇനി 2-മത്തെ പ്രധാനപ്പെട്ട ഒരു മെത്തേഡാണ്, നമ്മൾ ഒരു ഫ്രീ ഡിസ്ട്രിബ്യൂഷൻ പോയിന്റ് ആണ് ഇവിടെ എടുക്കുന്നത്. ഫ്രീ ഡിസ്ട്രിബ്യൂഷൻ പോയിന്റ് ആക്ടിവേഷൻ ചെയ്തുകൊണ്ട് നമുക്ക് വരുമാനം ഇതിനകത്ത് വാങ്ങിച്ചെടുക്കുവാൻ സാധിക്കും. സോ എങ്ങനെയാണ് നമ്മൾ പ്രധാനമായിട്ടും അത് ആക്ടിവേഷൻ ചെയ്യുന്നത്? നമ്മൾ ഫ്രീ ആയിട്ട് ഒരു ഡിസ്ട്രിബ്യൂട്ടർ ആകുന്നു. ഈ ഡിസ്ട്രിബ്യൂഷൻഷിപ്പ് നമ്മൾ എങ്ങനെ ആക്ടിവേഷൻ ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് പഠിക്കാം. ഇവിടെ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും സിൽവർ മെർക്കന്റൈൽ ഗ്രോത്ത് ഇൻസെന്റീവ്. ഇതാണ് നമ്മൾക്ക് 3 മെത്തേഡുകളാണ് കമ്പനി പ്രതിപാദിക്കുന്നത്. ഒന്ന് സിൽവർ മെർക്കന്റൈൽ എന്നാണ് പറയുന്നത്, 2 പേൾ മെർക്കന്റൈൽ എന്നാണ് പറയുന്നത്, 3 ഗോൾഡ് മെർക്കന്റൈൽ എന്നാണ് പറയുന്നത്. സോ ഇന്ന് നമ്മൾ ഇവിടെ പഠിക്കുവാൻ പോകുന്നത് 2 പ്രധാനപ്പെട്ട 2 മെത്തേഡുകളായിരിക്കും. ഒന്ന് സിൽവർ മെർക്കന്റൈൽ ഗ്രോത്ത് ഇൻസെന്റീവും അതുപോലെ തന്നെ 2-മത്തേത് പേൾ മെർക്കന്റൈൽ ഗ്രോത്ത് ഇൻസെന്റീവ് ആയിരിക്കും നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. സോ ഇതിനകത്തേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. സിൽവർ മെർക്കന്റൈൽ ഗ്രോത്ത് ഇൻസെന്റീവ് എങ്ങനെയാണ് ഫ്രീ ആയിട്ടുള്ള ഒരു ഡിസ്ട്രിബ്യൂഷൻ ചാനൽ നിങ്ങൾക്ക് ആക്ടിവേഷൻ ചെയ്യുവാൻ സാധിക്കുന്നത്? പ്രോഡക്റ്റിന്റെ കാറ്റഗറിയിലേക്ക് കടന്നു ചെല്ലുക. 999 രൂപ പ്ലസ് 50 രൂപ 1049 രൂപ മുടക്കിക്കൊണ്ട് ഒരു ഉൽപ്പന്നത്തെ പർച്ചേസ് ചെയ്തുകൊണ്ടോ വിൽപ്പന നടത്തിക്കൊണ്ടോ നിങ്ങൾക്ക് എന്ത് ചെയ്യുവാൻ സാധിക്കും? നിങ്ങളുടെ ഡിസ്ട്രിബ്യൂഷൻ പോയിന്റ് സിൽവർ മെർക്കന്റൈൽ ഗ്രോത്ത് ഇൻസെന്റീവിലേക്ക് ആക്ടിവേഷൻ ചെയ്യുവാൻ സാധിക്കും. സോ ഇത്തരത്തിൽ ആക്ടിവേഷൻ ചെയ്യുന്ന ഒരു വ്യക്തിയെ കാത്തിരിക്കുന്ന ആദ്യത്തെ പ്രധാനപ്പെട്ട വരുമാനമാണ് അമേരിക്കൻ ബൈനറി സിസ്റ്റത്തിലൂടെ ഒരു ലെഫ്റ്റ് റൈറ്റ് ഓർഗനൈസേഷനിലൂടെ ആ വ്യക്തി വരുമാനം വാങ്ങിച്ചെടുക്കുവാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട വരുമാന സ്രോതസ് എന്ന് പറയുന്നത്. സോ ഇവിടെ നിങ്ങൾക്ക് ഇവിടെ കാണുവാൻ സാധിക്കും 1 BV ഈസ് ഈക്വൽ ടു 1 rupees, 200 BV ഈസ് ഈക്വൽ ടു 200 rupees എന്ന് പറഞ്ഞാൽ BV ഈസ് ഈക്വൽ ടു ബിസിനസ് വോളിയം എന്നാണ് കമ്പനി പറയുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാം 1 BV എന്ന് പറയുന്നത് 1 രൂപയായിരിക്കും, 200 BV എന്ന് പറയുന്നത് കമ്പനി കാൽക്കുലേറ്റ് ചെയ്യുന്നത് 200 രൂപയായിട്ടായിരിക്കും കമ്പനി കാൽക്കുലേറ്റ് ചെയ്യുന്നത്.
സോ ഇവിടെ അമേരിക്കൻ ബൈനറി സിസ്റ്റം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് നമുക്ക് നോക്കാം. നമ്മളൊരു ഡിസ്ട്രിബ്യൂട്ടർ ആകുന്നു. നമ്മളുടെ ഡിസ്ട്രിബ്യൂഷൻ പോയിന്റ് നമ്മൾ സിൽവർ ആയിട്ട് ആക്ടിവേഷൻ ചെയ്യുന്നു. ആക്ടിവേഷൻ ചെയ്തതിനു ശേഷം ഒരു ലെഫ്റ്റ് ഓർഗനൈസേഷനും റൈറ്റ് ഓർഗനൈസേഷനും കമ്പനി നമുക്ക് ചാനൽ തുറന്നു തരുന്നു. ലെഫ്റ്റ് ഓർഗനൈസേഷനിൽ നമുക്ക് ഡിസ്ട്രിബ്യൂട്ടറെ ഇൻവൈറ്റ് ചെയ്യുവാൻ സാധിക്കും. അദ്ദേഹം ആ ഡിസ്ട്രിബ്യൂഷൻ ഷിപ്പ് സിൽവർ ആണ് ആക്ടിവേഷൻ ചെയ്യുന്നതെങ്കിൽ കമ്പനി പറയുന്നു 200 ബിസിനസ് വോളിയം അവിടെ ക്രിയേറ്റ് ആകുന്നു. റൈറ്റ് ഓർഗനൈസേഷനിൽ ബി ഓർഗനൈസേഷനിലും ഇതുപോലെ തന്നെ ഒരു ഡിസ്ട്രിബ്യൂഷൻ ഷിപ്പ് സിൽവറിൽ ആക്ടിവേഷൻ ചെയ്യുകയാണെങ്കിൽ അവിടെയും 200 ബിസിനസ് വോളിയം ജനറേറ്റ് ആകുന്നു. സോ ഇങ്ങനെ രണ്ട് ലെഫ്റ്റ് ഓർഗനൈസേഷനിലും റൈറ്റ് ഓർഗനൈസേഷനിലും 200 BV ജനറേറ്റ് ആകുമ്പോൾ കമ്പനി പറയുന്നു ആദ്യത്തെ ഒരു ലെവൽ മാത്രം 1:2 2:1 എന്ന് പറയുന്ന അനുപാതകത്തിൽ കാര്യങ്ങൾ എത്തുമ്പോൾ നമ്മളുടെ പേ ഔട്ട് എന്ന് പറയുന്നത് 200 രൂപയായിരിക്കും എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. അടുത്ത ഓരോ ലെവലിലേക്കും നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ ചാനൽ അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ ചാനലിലൂടെ ഓരോ ആക്ടിവേഷൻ നടക്കുമ്പോഴും 200 ബിസിനസ് വോളിയം അവിടെ ക്രിയേറ്റ് ആവുകയും തുടർന്ന് 1:1 എന്ന് പറയുന്ന അനുപാതകത്തിൽ കാര്യങ്ങൾ എത്തുമ്പോൾ ഓരോ പെയർ മാച്ചിനും കമ്പനി 200 രൂപ വെച്ച് പേ ഔട്ട് തരുന്നു എന്നുള്ളതാണ് ഈ ബിസിനസിന്റെ പ്രത്യേകത. സോ നമുക്ക് ഒരു പാൻ കാർഡ് ഉപയോഗിച്ചുകൊണ്ട് ഒരു വ്യക്തിക്ക് 3 ഡിസ്ട്രിബ്യൂഷൻ പോയിന്റ് വരെ ഓപ്പൺ ചെയ്യുവാൻ സാധിക്കും. അത്തരത്തിൽ 3 ഡിസ്ട്രിബ്യൂഷൻ പോയിന്റ് ഓപ്പൺ ചെയ്യുന്ന ഒരു വ്യക്തിയെ കാത്തിരിക്കുന്നത് ഏകദേശം 15,000 രൂപ വരെ പെർ ഡേ വരുമാനം വാങ്ങിക്കുവാൻ സാധിക്കും എന്നുള്ളതാണ് ഈ ഒരു ഇൻകത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. നിങ്ങൾ ഈ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് പോലെ ആയിരിക്കും നിങ്ങളുടെ പെയർ മാച്ചിങ് സിസ്റ്റം വരുന്നത്. എ മർക്കന്റെയിൽ നിങ്ങൾക്ക് 200 ബിസിനസ് വോളിയം ജനറേറ്റ് ആകുന്നു. ബി മർക്കന്റെയിലും 200 ബിസിനസ് വോളിയം ജനറേറ്റ് ആകുന്നു. 200 രൂപ നിങ്ങൾക്ക് ബോണസ് ആയിട്ട് ലഭിക്കുന്നു. ഇനി 600 ബിസിനസ് വോളിയം എ മർക്കന്റെയിൽ ക്രിയേറ്റ് ആകുന്നു. ബി മർക്കന്റെയിലും 600 ബിസിനസ് വോളിയം ക്രിയേറ്റ് ആകുന്നു. ഇവിടെ 600 രൂപയായിരിക്കും നിങ്ങൾക്ക് ബോണസ് ആയിട്ട് ലഭിക്കുന്നത്. ഒരു അക്കൗണ്ടിനകത്ത് അല്ലെങ്കിൽ ഒരു ഡിസ്ട്രിബ്യൂഷൻ ചാനലിലൂടെ ഒരു ദിവസം നമുക്ക് വാങ്ങിച്ചെടുക്കാവുന്ന പരമാവധി ഇൻകം എന്ന് പറയുന്നത് 5,000 രൂപയും ഒരു പാൻ കാർഡ് ഉപയോഗിച്ച് നിങ്ങൾ 3 ഡിസ്ട്രിബ്യൂഷൻ ചാനൽ ഓപ്പൺ ചെയ്ത് നിങ്ങൾ നന്നായി വർക്ക് ചെയ്യുകയാണ് എങ്കിൽ നിങ്ങൾക്ക് 15,000 രൂപയും വരുമാനം വാങ്ങിച്ചെടുക്കുവാൻ സാധിക്കും. എന്ന് പറഞ്ഞാൽ 30 ദിവസം കൊണ്ട് 4.5 ലക്ഷം രൂപ വരെ സമ്പാദിക്കുവാനുള്ള ഒരു ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റിയും ഒരു വർഷം 54 ലക്ഷം രൂപ വരെ വരുമാനം സമ്പാദിക്കുവാനുള്ള ഒരു ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റിയുമാണ് സിൽവർ മെർക്കന്റൈൽ ഗ്രോത്ത് ഇൻസെന്റീവിൽ കമ്പനി ഓപ്പൺ ചെയ്തു തരുന്നത്. സോ സിൽവർ മെർക്കന്റൈൽ റാങ്ക് സിസ്റ്റം കമ്പനി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണുവാൻ സാധിക്കും. റാങ്ക് നമ്പർ 1 പെയർ മാച്ച് 10 BV = 2000 എന്ന് ഇവിടെ കാണുവാൻ സാധിക്കും. ഇവിടെ റാങ്ക് നമ്പർ 1 ഡിസ്ട്രിബ്യൂട്ടർ എക്സിക്യൂട്ടീവ് അഥവാ DE എന്ന് പറയുന്ന റാങ്കിലേക്ക് നമുക്ക് 10 പെയർ മാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2,000 രൂപ വരുമാനം വാങ്ങിക്കുകയും DE എന്ന് പറയുന്ന ആദ്യത്തെ റാങ്കിലേക്ക് നമുക്ക് കടന്നു വരുവാൻ സാധിക്കുകയും ചെയ്യും. 25 പെയർ മാച്ച് വാങ്ങിച്ചു കഴിഞ്ഞാൽ 5,000 രൂപ നമുക്ക് ഇൻകം കിട്ടും. DC എന്ന് പറയുന്ന റാങ്കിലേക്ക് നമുക്ക് എത്തുവാൻ സാധിക്കും. ഇനി 50 പെയർ നമ്മൾ മാച്ച് ചെയ്ത് കഴിഞ്ഞാൽ 10,000 രൂപ അതായത് DO ഡിസ്ട്രിബ്യൂട്ടർ ഓഫീസർ എന്ന് പറയുന്ന റാങ്കിലേക്ക് എത്തുവാൻ സാധിക്കും. ഇത്തരത്തിൽ ഏകദേശം 15 റാങ്കുകളാണ് കമ്പനി ക്രമീകരിച്ചിരിക്കുന്നത്. ഡിസ്ട്രിബ്യൂട്ടർ നാഷണൽ മാനേജർ വരെ DNM വരെ നമുക്ക് സിൽവർ മെർക്കന്റൈലിന്റെ റാങ്ക് സിസ്റ്റത്തിൽ വരുവാൻ സാധിക്കും. ഇനി അടുത്ത പ്രധാനപ്പെട്ട ഒരു മെത്തേഡാണ് പേൾ മെർക്കന്റൈൽ ഗ്രോത്ത് ഇൻസെന്റീവ് എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. ഇവിടെ നിർത്തിയ ഒരു കാര്യം പറയട്ടെ. നിങ്ങളൊരു ഫ്രീ ഡിസ്ട്രിബ്യൂഷൻ ചാനൽ ഓപ്പൺ ചെയ്യുന്നു. നിങ്ങൾക്ക് സിൽവർ മെർക്കന്റൈൽ ഗ്രോത്ത് ഇൻസെന്റീവ് ആക്ടിവേഷൻ ചെയ്യുവാൻ സാധിക്കും. ഇല്ല എങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് പേൾ മെർക്കന്റൈൽ സിസ്റ്റം പേൾ മെർക്കന്റൈൽ എന്ന് പറയുന്ന ഈ ഒരു മെത്തേഡ് ആക്ടിവേഷൻ ചെയ്യുവാൻ സാധിക്കും. അങ്ങനെ നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് പേൾ ആണ് ആക്ടിവേഷൻ ചെയ്യുന്നതെങ്കിൽ ഞാൻ മുൻപേ പറഞ്ഞ സിൽവർ മെർക്കന്റൈൽ വരുന്ന എല്ലാ ബെനിഫിറ്റും ഇതിനകത്ത് ഇൻബിൽറ്റ് ആയിരിക്കും അല്ലെങ്കിൽ ഇൻക്ലൂഡ് ആയിരിക്കും എന്നുള്ള കാര്യം ഓർപ്പിക്കുകയാണ്. നിങ്ങൾ ആദ്യം സിൽവർ ആണ് ഓപ്പൺ ചെയ്യുന്നത് എങ്കിൽ പിന്നീട് പേളിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയും കമ്പനി ഇവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി ഓർപ്പിക്കുകയാണ്. സോ പേളിലേക്ക് വരുമ്പോൾ പ്രധാനപ്പെട്ട 4 വരുമാനം കൂടി കമ്പനി നമ്മൾക്ക് തരുന്നു എന്നുള്ളതാണ് പേൾ മെർക്കന്റൈൽ ഗ്രോത്ത് ഇൻസെന്റീവിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇവിടെ ആക്ടിവേഷന് വേണ്ടി കമ്പനി വെച്ചിരിക്കുന്നത് 4,999 രൂപ പ്ലസ് 100 രൂപ കൊറിയർ ചാർജ്. ഇന്ത്യയിൽ എല്ലായിടത്തേക്കും നമുക്ക് ഇത് പോസ്റ്റൽ കോഡ് വഴി എത്തിക്കുന്നു എന്നുള്ളതാണ് കമ്പനിയുടെ ഏറ്റവും മഹത്തരമായ ഒരു പ്രത്യേകത. സോ ഇത് ആക്ടിവേഷൻ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ 4 ഇൻകം നമുക്ക് വരുമാനമായിട്ട് ലഭിക്കുന്നു. ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഒന്നാമത്തെ വരുമാനം എന്ന് പറയുന്നത് ഡയറക്റ്റ് റഫറൽ ഇൻകം ആണ്. നിങ്ങൾ ഒരു പേൾ ആക്ടിവേഷൻ ചെയ്യുകയും നിങ്ങൾ കൊണ്ടുവരുന്ന ഒരു ഡിസ്ട്രിബ്യൂട്ടർ പേൾ ആക്ടിവേഷൻ ചെയ്യുകയും ചെയ്താൽ ആദ്യത്തെ വരുമാനമായ 250 രൂപ നിങ്ങൾക്ക് ഡയറക്റ്റ് റഫറലായിട്ട് ലഭിക്കുന്നു. നിങ്ങൾ 10 വ്യക്തികളോട് ഡിസ്ട്രിബ്യൂഷൻ ചാനൽ പേൾ ആക്ടിവേഷൻ ചെയ്യാൻ ആവശ്യപ്പെട്ടാൽ ആ 10 വ്യക്തികളിൽ നിന്നും 250 ഗുണം 2,500 രൂപ 10 വ്യക്തികളിൽ നിന്ന് 250 ഗുണം 10 2,500 രൂപ നിങ്ങൾക്ക് വരുമാനം ലഭിക്കുന്നു. നിങ്ങൾക്ക് തീരുമാനിക്കാം എത്ര വ്യക്തികളെ നിങ്ങൾക്ക് ഡയറക്റ്റ് റഫറൽ ചെയ്യണമെന്ന്. രണ്ടാമത്തെ പ്രധാന വരുമാനം സിൽവറിൽ നമ്മൾ കണ്ട അതേ വരുമാനം തന്നെയാണ്. അമേരിക്കൻ ബൈനറി സിസ്റ്റത്തോടുകൂടെ ഒരു എ ഓർഗനൈസേഷനും ഒരു ബി ഓർഗനൈസേഷനും ചാനൽ കമ്പനി ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ ചാനൽ വരുന്ന വ്യക്തികൾ പേൾ ആണ് ആക്ടിവേഷൻ ചെയ്യുന്നത് എങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും 750 രൂപയായിരിക്കും ബിസിനസ് വോളിയമായിട്ട് ഇവിടെ ക്രിയേറ്റ് ആകുന്നത്.
എ ഓർഗനൈസേഷനിൽ 750 രൂപയും ബി ഓർഗനൈസേഷനിൽ 750 ബിസിനസ് വോളിയവും ഇവിടെ കടന്നു വരുമ്പോൾ നമുക്ക് അത് 750 രൂപ ഇൻകം ആയിട്ട് വരുന്നു എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. ആദ്യത്തെ റേഷ്യോയിൽ മാത്രം കമ്പനി ആവശ്യപ്പെടുന്നത് 1:2 2:1 അതിനുശേഷമുള്ള ഓരോ റേഷ്യോയിലും കമ്പനി ആവശ്യപ്പെടുന്നത് 1:1 എന്ന് പറയുന്ന അനുപാതകത്തിൽ കാര്യങ്ങൾ വരുമ്പോൾ നമുക്ക് 750 രൂപ തന്നെ ഇൻകം ആയിട്ട് ലഭിക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. ഇനി നമ്മുടെ കമ്പനിയിൽ 2 ദിവസമാണ് നമുക്ക് ക്യാഷ് വിഡ്രോവലിന് കമ്പനി വെച്ചിരിക്കുന്നത്. വീക്ക്ലി 2 ആണ് നമുക്ക് വിഡ്രോവലിന് വേണ്ടി കമ്പനി അനുവദിച്ചിട്ടുള്ളത്. അത് ഞായറാഴ്ചയും അതുപോലെ തന്നെ ബുധനാഴ്ചയുമാണ് നമ്മൾക്ക് വാലറ്റിൽ വരുന്ന പണം വിഡ്രോ ചെയ്യുവാനുള്ള ഒരു ഇത് കമ്പനി വെച്ചിരിക്കുന്നത്. 500 രൂപയിൽ കൂടുതൽ നമ്മുടെ വാലറ്റിൽ വന്നാൽ നമുക്കത് വിഡ്രോ ചെയ്യുവാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ആകർഷണീയത എന്ന് പറയുന്നത്. ഇനി ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ലെഫ്റ്റ് ഓർഗനൈസേഷനിലും റൈറ്റ് ഓർഗനൈസേഷനിലും കൂടി നമുക്ക് ഒരു ദിവസം പരമാവധി വാങ്ങിച്ചെടുക്കാൻ പറ്റുന്ന പേൾ മെർക്കന്റൈലിലെ വരുമാനം എന്ന് പറയുന്നത് 10,500 രൂപയായിരിക്കും. എല്ലാ വരുമാനത്തിന്റെയും 5% കമ്പനി TDS ആയിട്ട് ഡിഡക്റ്റ് ചെയ്യുന്നു എന്നുള്ള കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് പേൾ ആക്ടിവേഷൻ ചെയ്യുന്ന വ്യക്തിക്ക് 10,500 രൂപ വരുമാനവും ഒരു പാൻ കാർഡിനകത്ത് 3 അക്കൗണ്ട് ഓപ്പൺ ചെയ്തുകൊണ്ട് നല്ലതായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ഏകദേശം 31,500 രൂപ വരെ ഒരു ദിവസം സമ്പാദിക്കുവാനുള്ള ഒരു ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റിയാണ് കമ്പനി ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു സാമ്പത്തിക വർഷം നിങ്ങൾക്ക് 1 കോടി രൂപ മുകളിൽ സമ്പാദിക്കുവാനുള്ള ഒരു ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റിയാണ് പേൾ മെർക്കന്റൈൽ ഗ്രോത്ത് ഇൻസെന്റീവിൽ കമ്പനി ഇവിടെ ഒരുക്കി വെച്ചിരിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാം, മാച്ച് ആവുന്ന സ്ലൈഡാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മെർക്കന്റൈൽ 750 ബിസിനസ് വോളിയം ക്രിയേറ്റ് ആകുന്നു. മെർക്കന്റൈൽ ബിയിലും 750 ബിസിനസ് വോളിയം ക്രിയേറ്റ് ആകുന്നു. നിങ്ങൾക്ക് ബോണസ് ആയിട്ട് ലഭിക്കുന്നത് 750 രൂപയായിരിക്കും. 1,500 ബിസിനസ് വോളിയം മെർക്കന്റൈൽ ക്രിയേറ്റ് ആകുന്നു. മെർക്കന്റൈൽ ബിയിലും 1,500 ബിസിനസ് വോളിയം ക്രിയേറ്റ് ആകുന്നു. 1,500 രൂപയായിരിക്കും നിങ്ങൾക്ക് ബോണസ് ആയിട്ട് ലഭിക്കുക. 3,000 ബിസിനസ് വോളിയം എയിൽ ക്രിയേറ്റ് ആകുന്നു. 3,000 ബിസിനസ് വോളിയം ബിയിലും ക്രിയേറ്റ് ആകുന്നു. ഇവിടെ 3,000 രൂപയായിരിക്കും നിങ്ങൾക്ക് വരുമാനമായിട്ട് ലഭിക്കുന്നത്. നിങ്ങൾക്ക് ഏറ്റവും ലാസ്റ്റത്തെ കോളത്തിൽ നോക്കിയാൽ കാണാം 12,000 ബിസിനസ് വോളിയം ഒരു ദിവസം ക്രിയേറ്റ് ആകുന്നു. എ മെർക്കന്റൈലിനകത്ത് 12,000 ബിസിനസ് വോളിയം ഒരു ദിവസം ക്രിയേറ്റ് ആകുന്നു. ബി മെർക്കന്റൈലിലും 12,000 ബിസിനസ് വോളിയം ഒരു ദിവസം ക്രിയേറ്റ് ആകുന്നു. എങ്കിൽ കമ്പനി നിങ്ങൾക്ക് പേ ഔട്ട് തരുന്നത് 10,500 രൂപയായിരിക്കും. ബാക്കിയുള്ളത് കമ്പനി വാഷ് ഔട്ട് ചെയ്ത് കളയുന്നു എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. ഇനി പേൾ മെർക്കന്റൈലിലെ മൂന്നാമത്തെ പ്രധാനപ്പെട്ട വരുമാനമാണ് റാങ്ക് ആൻഡ് റോയൽറ്റി എന്ന് പറയുന്നത്. നമുക്കറിയാം, ഏതൊരു നല്ല കമ്പനിയെ കുറിച്ചും നമ്മൾ പരിശോധിച്ചാൽ നല്ല കമ്പനിയാണോ റോയൽറ്റി ആൻഡ് റിവാർഡ്സ് കൊടുത്തിരിക്കും എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. ഇവിടെ നമുക്ക് പേൾ മെർക്കന്റൈലിലെ റോയൽറ്റിയെ ഒന്ന് ശ്രദ്ധിച്ച് പഠിക്കാം. ഇവിടെ റാങ്ക് എന്ന് പറയുന്ന ഒരു കോളം നിങ്ങൾക്ക് കാണാം. പെയർ മാച്ച്, ക്രൈറ്റീരിയ, ക്യാരി, BV, അതുപോലെ തന്നെ റോയൽറ്റി. നിങ്ങൾക്ക് ഈ കോളംസ് ഒക്കെ നിങ്ങൾക്ക് സ്ലൈഡിൽ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. ഇവിടെ ആക്റ്റീവ് മെർക്കന്റൈൽ, ഒന്നാമത്തെ നമ്പർ ആക്റ്റീവ് മെർക്കന്റൈൽ ആണ്. ആക്റ്റീവ് മെർക്കന്റൈൽ ആയി കഴിഞ്ഞാൽ രണ്ടാമത്തെ റാങ്കിലേക്ക് നമ്മൾക്ക് കയറണമെങ്കിൽ എക്സിക്യൂട്ടീവ് മെർക്കന്റൈൽ ആണ് റാങ്കിന്റെ പേര്. ഇവിടെ 10 പെയർ മാച്ച് നിങ്ങൾ പേൾ ആക്ടിവേഷൻ ചെയ്തിരിക്കണം. ലെഫ്റ്റ് ചാനലിലും റൈറ്റ് ചാനലിലും 10 പെയർ വരുമ്പോൾ 10 ഡിസ്ട്രിബ്യൂട്ടർ ആക്ടിവേഷൻ പേളിലാകുമ്പോഴാണ് നിങ്ങൾ എക്സിക്യൂട്ടീവ് മെർക്കന്റൈൽ എന്ന് പറയുന്ന റാങ്കിൽ എത്തുന്നത്. അതായത് 7,500 ബിസിനസ് വോളിയം അവിടെ നടന്നിരിക്കണം. മൂന്നാമത്തെ റാങ്കാണ് മെർക്കന്റൈൽ ടീം ലീഡർ എന്ന് പറയുന്നത്. 30 പെയർ മാച്ച് ആണ് ഇവിടെ വരേണ്ടത്. ഏകദേശം 22,500 രൂപയുടെ ബിസിനസ് വോളിയം അവിടെ നടന്നിരിക്കണം. നാലാമത്തെ റാങ്കാണ് മെർക്കന്റൈൽ മാനേജർ എന്ന് പറയുന്നത്. 50 പെയർ മാച്ച് ആണ് ഇവിടെ വരേണ്ടത്. 37,500 ബിസിനസ് വോളിയമാണ് ഇവിടെ നമ്മൾക്ക് ക്രിയേറ്റ് ആകേണ്ടത്. സോ നാലാമത്തെ റാങ്കായ മെർക്കന്റൈൽ മാനേജറിലേക്ക് നമ്മൾ എത്തുമ്പോൾ 45 രൂപ കമ്പനി റോയൽറ്റി ആയിട്ട് മാറ്റിവെച്ചിരിക്കുന്നു. ഇന്ത്യയിൽ എവിടെയും നടക്കുന്ന ബിസിനസ്സിൽ, പേൾ മെർക്കന്റൈൽ എന്ന് പറയുന്ന ഈ ബിസിനസ്സിൽ നടക്കുന്ന, ഇന്ത്യയിൽ എവിടെയും നടക്കുന്ന ബിസിനസ്സിൽ നിന്ന് കമ്പനി ഒരു 45 രൂപ കമ്പനി റോയൽറ്റിയിലേക്ക് മാറ്റിവെക്കുന്നു, ഒരു പൂളിലേക്ക് മാറ്റിവെക്കുന്നു. പൂളിലേക്ക് മാറ്റിവെച്ചതിന് ശേഷം ആരൊക്കെ ഈ ഒരു റാങ്കിൽ വന്നിട്ടുണ്ടോ അവർക്കത് എല്ലാ മാസവും ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നു. ഫോർ എക്സാമ്പിൾ, ഒരു 10 ലക്ഷം രൂപ ആ പൂളിൽ വന്നിട്ടുണ്ടെങ്കിൽ 5 പേരാണ് ആ റാങ്കിൽ എത്തിയിരിക്കുന്നതെങ്കിൽ ഈ 10 ലക്ഷം രൂപയെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞ് 2 ലക്ഷം രൂപ വീതമായിട്ട് എല്ലാ മാസവും അത് ആ ഒരു പർട്ടിക്കുലർ വ്യക്തികൾക്ക്, റാങ്കിൽ വന്നിരിക്കുന്ന വ്യക്തികൾക്ക് കൊടുക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. ഇനി ഈ റാങ്കിൽ നമ്മൾ ഒരു പ്രാവശ്യം അച്ചീവർ ആയി കഴിഞ്ഞാൽ ഏകദേശം 2 വർഷക്കാലം നിരന്തരമായിട്ട് 24 മാസം നമുക്ക് ഈ ഒരു ഇൻകം അല്ലെങ്കിൽ ഈ ഒരു റോയൽറ്റി കണ്ടിന്യൂസ് ആയിട്ട് കിട്ടുന്നു എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. ഇനി അഞ്ചാമത്തെ റാങ്ക് മെർക്കന്റൈൽ ടീം മാനേജർ ആണ്. ഇവിടെ നിങ്ങൾക്ക് കാണാം 100 പെയർ മാച്ച് വരുമ്പോൾ, അതായത് 75,000 രൂപയുടെ അല്ലെങ്കിൽ BV ബിസിനസ് വോളിയം നടക്കുമ്പോഴാണ് നമ്മൾ മെർക്കന്റൈൽ ടീം മാനേജർ എന്ന് പറയുന്ന റാങ്കിലേക്ക് എത്തുന്നത്. ഇവിടെ കമ്പനി മാറ്റിവെക്കുന്നത് 30 രൂപയായിരിക്കും. നമ്മൾ ആദ്യത്തെ റാങ്കിൽ എത്തുമ്പോൾ 45 രൂപ നമ്മൾക്ക് വാങ്ങിച്ചുകൊണ്ടിരിക്കാം. രണ്ടാമത്തെ റാങ്കിലേക്ക് നമ്മൾ അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ നമുക്ക് പ്ലസ് 30 രൂപയും കൂടി ആയിരിക്കും കമ്പനി തരുന്നത്. അന്ന് തുടങ്ങി 2 വർഷത്തേക്ക് ആ 30 രൂപ നമുക്ക് നിരന്തരമായിട്ട് റോയൽറ്റി കിട്ടുന്നു. ഇങ്ങനെ 10 റാങ്കുകളാണ് കമ്പനി ക്രമീകരിച്ചിരിക്കുന്നത്. നാഷണൽ മെർക്കന്റൈൽ മാനേജർ വരെ നമുക്ക് 150 രൂപയായിരിക്കും
ഇന്ത്യയിൽ നടക്കുന്ന ഓരോ സെയിലിൽ നിന്നും കമ്പനി പേൾ മെർക്കന്റൈൽ സിസ്റ്റത്തിലേക്ക്, റോയൽറ്റി ആൻഡ് റിവാർഡ്സിലേക്ക് കമ്പനി മാറ്റിവെക്കുന്നത്. സോ ഇനി അടുത്ത പ്രധാനപ്പെട്ട ഒരു വരുമാനമാണ് മെന്റർഷിപ്പ് ബോണസ് എന്ന് പറയുന്നത്. മെന്റർഷിപ്പ് ബോണസ് ലഭിക്കുവാൻ 2 ക്രൈറ്റീരിയകളാണ് കമ്പനി കൊണ്ടുവന്നിരിക്കുന്നത്. ഡിസ്ട്രിബ്യൂഷൻഷിപ്പ് മസ്റ്റ് ബി ഇൻ എ പേൾ മെർക്കന്റൈൽ. നിർബന്ധമായും പേൾ മെർക്കന്റൈൽ ആക്ടിവേഷൻ ചെയ്യുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ഈ പറയുന്ന മെന്റർഷിപ്പ് ബോണസ് ലഭിക്കത്തുള്ളൂ. രണ്ടാമത്തേത്, ഇതിൽ വരുന്ന ഡിസ്ട്രിബ്യൂട്ടർ മസ്റ്റ് ആയിട്ട് 10 പേരെങ്കിലും ഒരു മാസം, പിന്നെ മന്ത് 10 പേരെങ്കിലും പേൾ സിസ്റ്റത്തിലോ അതുപോലെ തന്നെ സിൽവർ സിസ്റ്റത്തിലോ മാച്ച് ചെയ്ത് വരുമാനം വാങ്ങിച്ചിരിക്കണം. ഫോർ എക്സാമ്പിൾ, സിൽവറിലാണ് 10 പേർ മാച്ച് വരുമാനം വാങ്ങിക്കുന്നതെങ്കിൽ 2000 രൂപ 10 പേര് ലെഫ്റ്റ് ഓർഗനൈസേഷനിലും റൈറ്റ് ഓർഗനൈസേഷനിലും മാച്ച് ആകുമ്പോൾ 2000 രൂപ നമുക്ക് വരുമാനം ലഭിക്കും. ഈ വരുമാനം വാങ്ങിക്കുന്ന വ്യക്തികൾക്ക് മാത്രമേ മെന്റർഷിപ്പ് ബോണസ് കമ്പനി കൊടുക്കത്തുള്ളൂ. എന്താണ് മെന്റർഷിപ്പ് ബോണസ്? നമ്മൾ ഈ ഒരു സിസ്റ്റം, ഗ്രോമട്ട് മെർക്കന്റൈൽ സിസ്റ്റത്തെ ഒരു വ്യക്തിക്ക് പരിചയപ്പെടുത്തുന്നു. ആ വ്യക്തിയെ നമ്മൾ സ്പോൺസർ ചെയ്യുന്നു. അവരെ നമ്മൾക്ക് ഫസ്റ്റ് ലെവൽ എന്ന് വിളിക്കാം. ആ വ്യക്തി ഈ ഒരു സിസ്റ്റത്തിനകത്തേക്ക് കടന്നു വന്ന് ഗ്രോമട്ട് മെർക്കന്റൈൽ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട, അദ്ദേഹം ബൈനറി സിസ്റ്റത്തിലൂടെ വരുമാനം വാങ്ങിക്കുവാൻ തുടങ്ങുമ്പോൾ അദ്ദേഹത്തിന്റെ വാലറ്റിൽ വന്നു നിറയുന്ന പണം, അത് 10,000 ആയിക്കൊള്ളട്ടെ, 1 ലക്ഷം ആയിക്കൊള്ളട്ടെ, 2 ലക്ഷം ആയിക്കൊള്ളട്ടെ, 10 ലക്ഷം ആയിക്കൊള്ളട്ടെ, എത്ര രൂപ അദ്ദേഹം വരുമാനം വാങ്ങിച്ചാലും അതിന്റെ 5% കാൽക്കുലേറ്റ് ചെയ്ത് കമ്പനി ആരാണോ ആ വ്യക്തിയെ സ്പോൺസർ ചെയ്തിരിക്കുന്നത് ആ വ്യക്തിക്ക് കൊടുക്കുന്ന ഒരു മനോഹരമായിട്ടുള്ള ഒരു ഇൻകമാണ് മെന്റർഷിപ്പ് ബോണസ് എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് ലെവലിലേക്ക് എത്ര വ്യക്തികളെ സ്പോൺസർ ചെയ്യണം? ഇവിടെ കാണിച്ചിരിക്കുന്ന സ്ലൈഡിൽ നിങ്ങൾക്ക് കാണാം, ഒന്നാമത്തെ ലെവലിൽ 5 ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത്. 5 പേരെ സ്പോൺസർ ചെയ്യുന്ന രീതിയിലാണ് ഈ സ്ലൈഡ് കാണിച്ചിരിക്കുന്നത്. 5 പേരെ നിങ്ങൾ സ്പോൺസർ ചെയ്യുകയാണെങ്കിൽ 5 വ്യക്തികളും വാങ്ങിക്കുന്ന വരുമാനത്തിന്റെ 5% നമ്മളിലേക്ക് മെന്റർഷിപ്പ് ബോണസ് ആയിട്ട് ലഭിക്കുന്നു. ഇനി നമ്മൾ കൊണ്ടുവന്ന വ്യക്തികൾ അടുത്ത വ്യക്തികളെ പരിചയപ്പെടുത്തുമ്പോൾ അവർ നമ്മുടെ 2ാമത്തെ ലെവലിലാണ് അവർ വരിക. സ്വാഭാവികമായിട്ടും അവർ വാങ്ങിക്കുന്ന വരുമാനത്തിന്റെ 1% നമ്മൾക്ക് കമ്പനി തരാമെന്ന് പറയുന്നു. അത് 3ാമത്തെ ലെവലിൽ നിന്നും 4ാമത്തെ ലെവലിൽ നിന്നും 5ാമത്തെ ലെവലിൽ നിന്നും 1% കമ്പനി മെന്റർഷിപ്പ് ബോണസ് ആയിട്ട് നമുക്ക് തരുന്നത് എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. ഇതിന് നമ്മൾ ചെയ്യേണ്ടത് ഓൺലി റഫറൽ എന്നുള്ള ക്രൈറ്റീരിയ മാത്രമാണ്. നമ്മൾ ഈ കമ്പനിയെ പരിചയപ്പെടുത്തി കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് ഇതിന്റെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. സോ ഈ ഒരു ക്രൈറ്റീരിയയിൽ നിന്നുകൊണ്ട് നമുക്കറിയാം, നമ്മൾ പല പ്രോജക്റ്റുകളും അല്ലെങ്കിൽ നമ്മൾ ഹോട്ടൽസ് പരിചയപ്പെടുത്തുന്ന വ്യക്തികളാണ്, റഫറൽ ചെയ്യുന്ന വ്യക്തികളാണ്, ഹോസ്പിറ്റൽ റഫറൽ ചെയ്യുന്ന വ്യക്തികളാണ്, ഡോക്ടേഴ്സിനെ റഫറൽ ചെയ്യുന്ന വ്യക്തികളാണ്. അങ്ങനെ നിരന്തരമായിട്ട് നമ്മൾ അറിഞ്ഞും അറിയാതെയും റഫറൽ ചെയ്യുന്ന വ്യക്തികളാണ്. നല്ലൊരു സിനിമ കണ്ടാൽ നമ്മളത് റഫറൽ ചെയ്യാറുണ്ട്, നല്ല മൂവിയാണെന്ന് പറഞ്ഞത്. പക്ഷെ നമുക്ക് അവിടെ നിന്നൊന്നും ഒരു ബെനിഫിറ്റും കിട്ടത്തില്ല. പക്ഷെ ഗ്രോമട്ട് മെർക്കന്റൈൽ എന്ന് പറയുന്ന ഈ കമ്പനിയെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുത്ത് ഒന്ന് സ്പോൺസർ ചെയ്ത ആളുകളെ ഇതിനകത്ത് കൂട്ടിക്കൊണ്ടുവന്നാൽ നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഇൻകം വരുവാൻ തുടങ്ങും എന്നുള്ളതാണ് ഈ മെന്റർഷിപ്പ് ബോണസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. മറക്കണ്ട, 1ാമത്തെ ലെവലിൽ 5%, 2ഉം 3ഉം 4ഉം 5ഉം ലെവലിൽ നിന്ന് ഓരോ ശതമാനവുമായിരിക്കും മെന്റർഷിപ്പ് ബോണസ് നമ്മളെ കാത്തിരിക്കുന്നത്. ഇനി അടുത്ത പ്രധാനപ്പെട്ട കമ്പനിയുടെ ഒരു വരുമാനമാണ് റീപർച്ചേസ് ബോണസ് എന്ന് പറയുന്നത്. എന്താണ് റീപർച്ചേസ് ബോണസ്? ആ പദത്തിൽ തന്നെ അതിന്റെ അർത്ഥമുണ്ട്. റീപർച്ചേസ്, വീണ്ടും വീണ്ടും പർച്ചേസ് ചെയ്യുമ്പോൾ വരുമാനം കിട്ടുന്ന ഒരു ബോണസ് ആണ് റീപർച്ചേസ് ബോണസ് എന്ന് പറയുന്നത്. സോ കമ്പനി ഒരു ഷോപ്പി സിസ്റ്റം കൊണ്ടുവരികയും ഒരു ഷോപ്പി സിസ്റ്റത്തിലൂടെ ഇന്ത്യയിൽ ഉടനീളമുള്ള പിൻകോഡുകളിൽ ഗ്രോസറി ഷോപ്പായിട്ടും മൊബൈൽ ഷോപ്പായിട്ടും അതുപോലെ സൂപ്പർ ഷോപ്പുകളുമായിട്ടും അതുപോലെ തന്നെ ചെറുകിട വ്യാപാര സ്ഥാപനങ്ങളുമായിട്ടും അതുപോലെ മത്തിക്കടയാകട്ടെ മട്ടൻ കടയാകട്ടെ എല്ലാ കടകളുമായിട്ടും ടൈഅപ്പിലേക്ക് വരുവാൻ പോവുകയാണ്. നമ്മളുടെ ഡിസ്ട്രിബ്യൂട്ടർ ആയിട്ട് ഇതിനകത്ത് കടന്നു വരുന്ന എല്ലാ വ്യക്തികൾക്കും അവരുടെ വീട്ടിലേക്കുള്ള നിത്യോപയോഗ സാധനങ്ങൾ ഉൾപ്പെടെ പർച്ചേസ് ചെയ്യാനുള്ള ഒരു അവസരത്തെ കമ്പനി ഒരുക്കുവാൻ പോവുകയാണ്. സോ അത്തരത്തിലുള്ള ഒരു അവസരം ഒരുക്കുമ്പോൾ കമ്പനി പറയുന്നത് 1ാമത്തെ ലെവൽ മുതൽ 20ാമത്തെ ലെവൽ വരെ കമ്പനി നിശ്ചയിച്ചിരിക്കുന്ന ഓരോ ഉൽപ്പന്നങ്ങൾക്കും, അത് അരി ആയിക്കൊള്ളട്ടെ, പഞ്ചസാര ആയിക്കൊള്ളട്ടെ, വെളിച്ചെണ്ണ ആയിക്കൊള്ളട്ടെ, മൊബൈൽ ആയിക്കൊള്ളട്ടെ, ലാപ്ടോപ്പ് ആയിക്കൊള്ളട്ടെ, ഇവൻ മട്ടൺ ആയിക്കൊള്ളട്ടെ, മത്തി ആയിക്കൊള്ളട്ടെ, ചാള ആയിക്കൊള്ളട്ടെ, ബീഫ് ആയിക്കൊള്ളട്ടെ, എന്തുമായിക്കൊള്ളട്ടെ, കമ്പനി നിശ്ചയിക്കുന്ന ഓരോ പ്രോഡക്റ്റിനും കമ്പനി നിശ്ചയിച്ചിരിക്കുന്ന സെയിൽസ് ഇൻസെന്റീവിന്റെ ഓരോ ലെവലിലേക്കും കമ്പനി അതിന്റെ പെർസെന്റേജിനെ ഡിവൈഡ് ചെയ്യുന്ന ഒരു മനോഹരമായിട്ടുള്ള ഇൻകം ആണ് റീപർച്ചേസ് ബോണസ് എന്ന് പറയുന്നത്. സോ ആദ്യത്തെ ലെവലിൽ കമ്പനി അത് 20% കൊടുക്കുന്നത്. ആരാണോ പർച്ചേസ് ചെയ്യുന്നത് ആ വ്യക്തിയുടെ വീട്ടിലേക്ക്, ആ വ്യക്തിക്ക് ഒരു 20% ആയിരിക്കും കമ്പനി പ്രോഫിറ്റിന്റെ, ആ സെയിൽസ് ഇൻസെന്റീവിന്റെ പ്രോഫിറ്റിന്റെ വിഹിതം കമ്പനി ഷെയർ ചെയ്യുന്നത്. 2ാമത്തെ ലെവലിൽ 16%, 3ാമത്തെ ലെവലിൽ 14%, 4ാമത്തെ ലെവലിൽ 10%, 5ാമത്തെ ലെവലിൽ 7%, 6ാമത്തെ ലെവലിൽ 5%, അങ്ങനെ 20 ലെവലിലേക്ക് കമ്പനി ഇതിനെ ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്ന മനോഹരമായിട്ടുള്ള ഒരു ഇൻകമാണ്
റീപർച്ചേസ് ബോണസ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ തന്നെ ഒരു ചരിത്രം മാറ്റുന്ന ഒരു വരുമാന പദ്ധതിയായിട്ടായിരിക്കും റീപർച്ചേസ് ഇനി വെളിപ്പെടുവാൻ പോകുന്നത്. നമുക്കൊക്കെ അറിയാം ഷോപ്പി സിസ്റ്റം അത് ഈ മാസം തന്നെ അല്ലെങ്കിൽ ഈ മാസം കഴിയുമ്പോൾ തന്നെ നമ്മളുടെ മുന്നിലേക്ക് അത് പ്രത്യക്ഷപ്പെടും. അതിന്റെ ത്രില്ലിലാണ് ഗ്രോമാർട്ടിലുള്ള ഓരോ മെഗാ ലീഡേഴ്സും ആയിരിക്കുന്നത്. സോ ഇത്തരത്തിലുള്ള മനോഹരമായ ഒരു ഇൻകം പ്ലാൻ ആണ് കമ്പനി നമ്മുടെ മുൻപിലേക്ക് അവതരിപ്പിച്ചിരിക്കുന്നത്. സോ ഈ ഒരു ഇൻകം പ്ലാൻ കേൾക്കുന്നത് നമ്മളാണ്. പേളായിട്ടും സിൽവർ ആയിട്ടും നമുക്ക് വരുമാനങ്ങളെ വാരിക്കൂട്ടുവാൻ പറ്റുന്ന ഗ്രോമാർട്ടിന്റെ മിഷൻ പോലെ എല്ലാവർക്കും സ്വപ്നങ്ങളുണ്ട്. ആ സ്വപ്നങ്ങളെ ഫുൾഫിൽ ചെയ്യുന്ന രീതിയിൽ ഒരു ഇൻകം പ്ലാൻ കമ്പനി ഇവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇത് അനുഭവിക്കണോ വേണ്ടയോ എന്ന് നമ്മൾ ഓരോരുത്തരുമാണ് തീരുമാനിക്കേണ്ടത്. സോ ആ ചിന്ത ഞാൻ നിങ്ങൾക്ക് വിടുകയാണ്. സ്വപ്നം കാണുന്നവരായിട്ട് മാത്രമായിരിക്കാതെ ആ സ്വപ്നങ്ങളിലേക്ക് എത്തിപ്പിടിക്കുവാനുള്ള ഒരു ഹാർഡ് വർക്കും കൂടി നമ്മുടെ കയ്യിൽ നിന്ന് കൊടുക്കാമെങ്കിൽ ഓപ്പർച്യൂണിറ്റി ഇവിടെയുണ്ട്. മനോഹരമായ ഓപ്പർച്യൂണിറ്റി. അതിന്റെ പേരാണ് ഗ്രോമാർട്ട് മെർക്കന്റൈൽ എന്ന് പറയുന്നത്. കയറി പിടിക്കുക, ഉയരങ്ങളിലേക്ക് എത്തിപ്പിടിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ ഒരു സെക്ഷൻ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു. ഈ ഒരു പ്രോഗ്രാമിനകത്തേക്ക് എന്നെ ക്ഷണിച്ച കമ്പനിയുടെ മാനേജ്മെന്റിനോടുള്ള പ്രത്യേകമായ നന്ദിയെ ഞാൻ അറിയിക്കുന്നു. അതുപോലെ ഗ്രേറ്റ് ലീഡേഴ്സ് എല്ലാം ഇതിനകത്തുണ്ട്, അവരോടുള്ള നന്ദിയെ ഞാൻ അറിയിക്കുന്നു. അതോടുകൂടെ തന്നെ ഈ ഒരു പ്രോഗ്രാമിനകത്ത് കടന്നു വന്ന എല്ലാവരെയും ഞാൻ ഓർത്ത് അവർക്ക് പ്രത്യേകം നന്ദി പറയുന്നു. MC ചെയ്ത മഞ്ജു മാഡത്തിനോടുള്ള പ്രത്യേക നന്ദിയും ഞാൻ ഈ ഒരു അവസരത്തിൽ അറിയിക്കുകയാണ്. താങ്ക് യു വെരി മച്ച്. സർ മഞ്ജു മാഡം മ്യൂട്ടാണേ. മാഡം മ്യൂട്ടാണ് സർ. മഞ്ജു മാഡം തന്നെ സ്പോട്ട്ലൈറ്റ് ആഡ് ചെയ്യണേ. മാഡം അൺമ്യൂട്ട് ചെയ്തോളൂ മാഡം. സാർ അൺമ്യൂട്ട് ചെയ്ത് സാർ എക്സ്ട്രീംലി സോറി. ആ ഒരു ടൈം വന്നപ്പോഴത്തേന് സാറിനെ ഇൻവൈറ്റ് ചെയ്യാനോ മറ്റൊന്നും പറ്റിയില്ല. സോറി, വളരെ വലിയ സോറി. വണ്ടർഫുൾ പ്രസന്റേഷൻ ആയിരുന്നു. താങ്ക്സ് ഓൾ. നോ പ്രോബ്ലം മാഡം, നോ പ്രോബ്ലം. ഓക്കെ, കണ്ടിന്യൂ. ഓക്കെ, നമ്മൾ ഇന്നിവിടെ കാതോർത്തിരിക്കുന്നത്, ചെവിയോർത്തിരിക്കുന്നത് മറ്റൊരു കാര്യത്തിന് വേണ്ടിയിട്ടുമല്ല. നമ്മുടെ കമ്പനിയുടെ ഹെഡ് അല്ലെ, നമ്മള് എന്താ പറയാ, അദ്ദേഹത്തെ കാണാനും അദ്ദേഹത്തിന് നമ്മളോട് സംസാരിക്കാനും അദ്ദേഹം പറയുന്നത് നമ്മൾ ചെവിയോർക്കാനുമാണ് നമ്മൾ ഈ ഒരു ധന്യമുഹൂർത്തം ഇരിക്കുന്നത് അല്ലെ. അപ്പൊ നമുക്ക് ടൈം ഒട്ടും കളയാതെ തന്നെ നമ്മുടെ കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ മിസ്റ്റർ എൽസൺ ഏലിയ സാറിനെ വളരെ ഹാർദവമായിട്ട്, വളരെ റെസ്പെക്റ്റോടുകൂടി തന്നെ ഈ ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലേക്ക് സ്വാഗതം ചെയ്യാം. സർ, പ്ലീസ് സർ. താങ്ക് യു വെരി മച്ച്. എന്റെ വോയിസ് ക്ലിയർ അല്ലേ? ക്ലിയർ ആണ് സർ, ക്ലിയർ ആണ്. ഓക്കെ, മാഡം ഒന്ന് മ്യൂട്ട് ചെയ്തേ. വാവയുടെ ഒച്ച കേൾക്കുന്നു. ഓക്കെ സാർ, എന്നെ ഒന്ന് സ്പോട്ട്ലൈറ്റിൽ ആഡ് ചെയ്തേ. ചെയ്തു സാർ, ചെയ്തു. ഓക്കെ, താങ്ക് യു. ഇല്ലാണ്ട് സാറാ സ്പോട്ട്ലൈറ്റിൽ നിൽക്കുന്നതെന്ന് തോന്നുന്നു. സാർ ട്രൈ ചെക്ക് ചെയ്തു. ഓക്കെ, താങ്ക് യു. സോ ഞാനൊരു യാത്രയിലായിരുന്നു. ആക്ച്വലി യാത്ര കഴിഞ്ഞ് ഓടിപ്പിടിച്ച് എത്തിയത്. ഞാൻ വന്നപ്പോ ഏകദേശം എന്താണ് പറ്റിയെന്ന് എനിക്ക് ഒരു പിടുത്തമുണ്ടായില്ല. എന്താ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാൻ പെൻഡിങ് വന്നിരുന്നു. സോ വൺസ് അഗൈൻ താങ്ക്സ് ടു ഓൾ. ഇന്ന് ബന്ധുവിന്റെയും സുഹൃത്തിന്റെയും ക്ഷണം സ്വീകരിച്ച് ഇന്ന് ഗ്രോമാർട്ട് എന്ന് പറയുന്ന ഈ ബിസിനസ് അവസരം കേൾക്കാൻ എത്തിയിരിക്കുന്ന എല്ലാവർക്കും എന്റെ വ്യക്തിപരമായ പേരിലും കമ്പനിയുടെ പേരിലും ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ സെബാസ്റ്റ്യൻ സാർ ഇന്ന് വളരെ ഗംഭീരമായി തന്നെ പ്ലാൻ പ്രസന്റ് ചെയ്തു തന്നു. എന്താണ് ഗ്രോമാർട്ട് ബിസിനസ് പ്ലാൻ എന്താണ്, എങ്ങനെ ഈ ബിസിനസ് വർക്ക്ഔട്ട് ചെയ്താൽ നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ പറ്റും എന്നെല്ലാം തന്നെ അദ്ദേഹം വളരെ ക്ലിസ്റ്റർ ക്ലിയർ ആയിട്ട് നമുക്ക് ഷെയർ ചെയ്തു തന്നു. സോ കമ്പനിയുടെ പേരിലും വ്യക്തിപരമായ പേരിൽ നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ഇത് പ്രോഗ്രാമിൽ വന്ന ഓരോരുത്തർക്കും നമുക്കറിയാം 2 കാറ്റഗറി ആളുകളാണ് ഇന്ന് ഈ പ്രോഗ്രാമിൽ ഇരിക്കുന്നത്. പെട്ടെന്ന് അവസാനിപ്പിക്കാം, അധികം സമയം എടുക്കില്ല. 2 കാറ്റഗറി ആളുകൾ, അതായത് ഒരു കാറ്റഗറി എന്ന് പറയുന്നത് ഓൾറെഡി ഗ്രോമാർട്ട് എന്ന് പറയുന്ന ബിസിനസ് എന്താണെന്ന് തിരിച്ചറിഞ്ഞ് ഒരു സുഹൃത്ത് പറഞ്ഞിട്ടാവാം, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൂടെ ആവാം, വാട്ടവർ ഏതെങ്കിലും രീതിയിലൂടെ ഈ ബിസിനസ്സിനെ അറിഞ്ഞ് ഈ ബിസിനസ് എന്താണെന്ന് മനസ്സിലാക്കി ഈ കമ്പനിയുടെ ഒരു ആക്റ്റീവ് ഡിസ്ട്രിബ്യൂട്ടർ ആയിട്ട് നിൽക്കുന്ന കുറച്ച് ആളുകൾ. രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത്
നമ്മളുടെ ഓരോരുത്തരും ക്ഷണിച്ച് അല്ലെങ്കിൽ നമ്മളുടെ സോഷ്യൽ മീഡിയ പ്രൊമോഷനിലൂടെ കേട്ടറിഞ്ഞ് ഈ ബിസിനസ് ഗ്രോമാർട്ട് എന്ന് പറയുന്ന ബിസിനസ് എന്താണെന്ന് അറിയാൻ വേണ്ടി വന്ന ഒരു കാറ്റഗറി ആളുകൾ. സോ 2 കാറ്റഗറി ആളുകളാണ് ഇന്ന് ഞാൻ അടങ്ങുന്ന ഈ പ്രോഗ്രാമിൽ ഇരിക്കുന്ന ആളുകൾ. ഏകദേശം 70ഓളം ആളുകളുണ്ട് ഈ പ്രോഗ്രാമിൽ. നമ്മളെ സംബന്ധിച്ച് നമ്മുടെ എല്ലാവരുടെ ലൈഫിൽ, ഈവൻ ഞാൻ അടങ്ങുന്ന നമ്മൾ ഓരോരുത്തരുടെ ലൈഫിലെ 90% പ്രോബ്ലംസ് എന്ന് പറയുന്നത് നമ്മളുടെ അക്കൗണ്ടിൽ ആവശ്യത്തിന് പൈസ ഇല്ല എന്നുള്ളത് തന്നെയാണ്. നിങ്ങളുടെ കയ്യിൽ, ഞാൻ എല്ലാ മീറ്റിങ്ങിനും പറയുന്ന ഒരു കാര്യം പോയിന്റ് ഇത് തന്നെയാണ്. നമ്മളുടെ കയ്യിൽ അല്ലെങ്കിൽ നമ്മുടെ അക്കൗണ്ടിൽ നമ്മുടെ ആവശ്യത്തിന് പൈസ ഉണ്ടായി എന്ന് നോക്കുക. നമ്മളെ കോൺഫിഡൻസ് വേറെ ലെവലായിരിക്കും. സോ ആ ഒരു പ്രശ്നത്തിനുള്ള ഒരു സൊല്യൂഷൻ ആണ് ഗ്രോമാർട്ട് നിങ്ങളുടെ മുന്നിലോട്ട് വെക്കുന്നത്. ഞാൻ പറയാം, ഒരിക്കലും ഗ്രോമാർട്ട് എന്ന് പറയുന്നത് ഒരു സൂപ്പർ ലോട്ടറി ഒന്നുമല്ല. ബിസിനസ് ആരംഭിച്ച് പിറ്റേ ദിവസം തൊട്ട് നിങ്ങൾ ലക്ഷങ്ങളും കോടികളും ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു ലെവലിലോട്ട് നമുക്ക് ഗ്രോമാർട്ട് എന്ന് പറയുന്ന സംഭവം അങ്ങനത്തെ ഒരു ബിസിനസ് അല്ല. പക്ഷേ നിങ്ങൾ ഈ ബിസിനസ്സിനെ സെലക്ട് ചെയ്ത് ഈ ബിസിനസ് എന്താണെന്ന് പഠിക്കാൻ നിങ്ങൾ തയ്യാറായി. കാരണം പല ആളുകളും ചിലപ്പോ ഈ തരത്തിലുള്ള അല്ലെങ്കിൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഇൻഡസ്ട്രിയിലെ കമ്പനികളിൽ വർക്ക് ചെയ്യാത്ത ആളുകളുണ്ടാവും, ചെയ്ത ആളുകളുണ്ടാവും. സോ എന്താണെങ്കിലും ഒരു പുതിയ കമ്പനിയിലോട്ട് വരുമ്പോൾ അല്ലെങ്കിൽ പുതിയൊരു മേഖലയിലോട്ട് വരുമ്പോൾ നമ്മൾ അതിനെ പഠിക്കാൻ തയ്യാറാവണം ആദ്യം. സോ നമ്മൾ ഏതെങ്കിലും ഒരു മെന്ററിലൂടെ ആയിരിക്കാം ഈ ബിസിനസ്സിലോട്ട് കടന്നു വരുന്നത്. സോ അദ്ദേഹത്തിന്റെ ഹെൽപ്പോട് കൂടെ ഈ ബിസിനസ്സിൽ നിങ്ങളൊന്ന് പഠിക്കാൻ തയ്യാറായാൽ നിങ്ങൾക്ക് ഒരു പുതിയ വരുമാന മാർഗം കൂടി നിങ്ങൾക്ക് ആരംഭിക്കും. അതാണ് എനിക്ക് ആദ്യമേ നിങ്ങളോട് പറയാനുള്ളൂ. സോ ആ ഒരു പുതിയ വരുമാന മാർഗത്തിലൂടെ സിസ്റ്റമാറ്റിക് ആയിട്ട് നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സാമ്പത്തിക മേഖലയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ ഗ്രോമാർട്ടിനെ കൊണ്ട് സാധിക്കും. കാര്യം നമുക്കറിയാം, ഈ ബിസിനസ് ഓൾറെഡി ചെയ്ത ആളുകളോട് ചോദിച്ചാൽ അവർ വ്യക്തമായി പറയും, ഗ്രോമാർട്ട് എന്ന് പറയുന്ന കമ്പനിയുടെ പ്ലാനില് കമ്പനി വാരിക്കോരിയാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത്, ഇൻകം വരുന്നത്. ഇത്രയും ഇൻകം പൊട്ടൻഷ്യൽ ഉള്ള ഒരു കമ്പനിയും ഇന്ന് മാർക്കറ്റിൽ റൺ ചെയ്യുന്നില്ല. എനിക്കത് അത്രയും ആത്മവിശ്വാസത്തോടെ പറയാൻ പറ്റും, അഹങ്കാരത്തോടും പറയാൻ പറ്റും. കാര്യം അത്രയധികം ഇൻകം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ കമ്പനിയിൽ ബിസിനസ് ചെയ്യുന്ന ആളുകൾക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഓക്കെ, സോ അപ്പൊ ഞാൻ പറഞ്ഞു, ഗ്രോമാർട്ട് എന്ന് പറയുന്ന ബിസിനസ് ആരംഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു പുതിയ വരുമാന മാർഗം ആരംഭിക്കും. സോ അപ്പൊ എന്തിനാണ് നമുക്കൊരു പുതിയ വരുമാന മാർഗം എന്നുള്ളത് ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നതാണ്, ഒരു തിരിച്ചറിവ് നമ്മൾ ഉണ്ടാവണം. എന്നാൽ മാത്രമേ നമ്മൾ ഈ ബിസിനസ്സിനെ നമ്മൾ ഏറ്റെടുത്ത് പ്രവർത്തിക്കത്തുള്ളൂ. സോ ഇപ്പൊ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക, നമ്മുടെ വീട്ടിലൊരു വാട്ടർ ടാങ്ക് ഉണ്ട്. ഈ വാട്ടർ ടാങ്കിലോട്ട് സാധാരണ നമ്മുടെയൊക്കെ വീട്ടിൽ എന്താ സംഭവിക്കുന്നത്, ഒരു മോട്ടർ അടിക്കുമ്പോൾ വെള്ളം ഒരു പൈപ്പിലൂടെ വരും, ഒരു പൈപ്പിലൂടെ എന്ത് ചെയ്യും, വെള്ളം പുറത്തേക്ക് പോകും. പക്ഷെ നമ്മളുടെ ഇൻകം ടാങ്കിന്റെ അവസ്ഥ എന്തായിരിക്കും, നമ്മുടെ വീട്ടിലുള്ള വരുമാനം വരുന്ന ടാങ്കിന്റെ അവസ്ഥ എന്താ? ചിലപ്പോൾ വീട്ടിൽ ഒരാളായിരിക്കും ജോലിക്ക് പോകുന്നത്. സോ ദാറ്റ് മീൻസ് ഒരു പൈപ്പിലൂടെ എന്ത് ചെയ്യും, വരുമാനം വരും. പുറത്തേക്ക് പോകുന്നത് എങ്ങനെയായിരിക്കും, പല പൈപ്പിലൂടെ ആയിരിക്കും അല്ലെ. ചിലപ്പോൾ വീടിന്റെ റെന്റ് ഉള്ളവന് വീടിന്റെ റെന്റ് ഉണ്ടാവും, കാറിന്റെ EMI ഉണ്ടാവും, കുട്ടികളുടെ ഫീസ് ഉണ്ടാവും, പാലിന്റെ പൈസ അടയ്ക്കേണ്ടി വരും, പത്രത്തിന്റെ പൈസ അടയ്ക്കും, ഇന്റർനെറ്റിന്റെ പൈസ അടയ്ക്കേണ്ടി വരും. അങ്ങനെ പല എക്സ്പെൻസുകളായിട്ട് എന്ത് ചെയ്യുന്നു, നമ്മളുടെ ഇൻകത്തിന്റെ ടാങ്കിൽ നിന്ന് പുറത്തേക്ക് ഇങ്ങനെ പല പൈപ്പുകളിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ അപ്പൊ നമുക്ക് എന്താ സംഭവിക്കുന്നത്, നമ്മളെല്ലാവരുടെയും ഇൻകം ടാങ്കിന്, വെള്ളത്തിന്റെ ടാങ്കിന് അല്ലെങ്കിൽ വരുമാനത്തിന്റെ ടാങ്കിന് എന്താ അവസ്ഥ, അത് എപ്പോഴും താഴെയായിരിക്കും. കാര്യം വരവിലും കൂടുതൽ നമുക്ക് എന്താണ്, ചെലവാണ്. ഇന്ന് ഈ പ്രോഗ്രാമിൽ ഇരിക്കുന്ന എത്ര ആളുകൾക്ക് നെഞ്ചിൽ കൈവച്ച് പറയാൻ പറ്റും, നമ്മളുടെ ചെലവുകൾ കൂടുന്നതനുസരിച്ച് നമ്മുടെ വരുമാനം കൂടുന്നുണ്ടെന്ന്? ഒരാളുടെ പോലും ചെലവുകൾ കൂടുന്നതനുസരിച്ച് നമ്മൾ വരുമാനം കൂടുന്നില്ല. ആഫ്റ്റർ കൊറോണ നമ്മൾ കണ്ടത് എന്താണ്, വരുമാനം വെട്ടിക്കുറയുന്നതാണ് നമ്മൾ കണ്ടത്. സോ അപ്പൊ നിങ്ങളുടെ സിറ്റുവേഷൻ, നിങ്ങളുടെ ഓരോരുത്തരുടെ സിറ്റുവേഷൻ ഇങ്ങനെയാണ് എങ്കിൽ നിങ്ങൾക്ക് ഈ ബിസിനസ് എന്ത് ചെയ്യാൻ പറ്റും, സീരിയസ് ആയിട്ട് ഏറ്റെടുക്കാം. ഈ ബിസിനസ് ജോയിൻ ചെയ്തു എന്ന് വിചാരിച്ച് ഒരിക്കലും പിറ്റേ ദിവസം തൊട്ട് വരുമാനം വരില്ല. നമ്മളുടെ വരുമാനം ഡെയിലി ഇൻകം ആണ്. ഒരു ദിവസം 200 രൂപ മുതൽ നിങ്ങൾക്ക് 1 ലക്ഷം രൂപ വരെ എന്ത് ചെയ്യാൻ പറ്റും, 1 ലക്ഷം രൂപ മുകളിൽ നിലവിലെ പ്ലാൻ അനുസരിച്ച് ഒരു ദിവസം ഏൺ ചെയ്യാൻ പറ്റും. സോ അതിൽ ആ ഒരു ഇൻകത്തിലൂടെ നിങ്ങൾ എത്തണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ബിസിനസ് ആരംഭിച്ചത് കൊണ്ട് മാത്രം കാര്യമില്ല, ഈ ബിസിനസ് പ്രവർത്തിക്കാൻ നിങ്ങൾ തയ്യാറാവണം. വർക്ക് ചെയ്താലേ വരുമാനം ഉണ്ടാവത്തുള്ളൂ. വർക്ക് ചെയ്യാതെ വരുമാനം കിട്ടുന്ന ഒരു മേഖലയും തന്നെ ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റും. സോ അപ്പോ ഞാൻ പറഞ്ഞു വരുന്ന പോയിന്റ്, നമ്മളുടെ ഇൻകത്തിന്റെ ടാങ്കിന്റെ സിറ്റുവേഷൻ വെള്ളം അല്ലെങ്കിൽ പൈസ ഇല്ലാത്ത അവസ്ഥയാണ് എങ്കിൽ നിങ്ങൾ അവിടെ എന്താ ചെയ്യേണ്ടത്, ആ ഇൻകത്തിന്റെ ടാങ്കിലോട്ട് പുതിയ ഒരു വരുമാനം കൂടി എന്ത് ചെയ്യണ്ടാവണം, എത്തിക്കണം. ഇപ്പൊ ചില ഫാമിലികളിൽ ഭാര്യയും ഭർത്താവും ജോലിക്ക് പോകുന്നുണ്ട്. ദാറ്റ് മീൻസ് അവരെ സംബന്ധിച്ച് എന്താണ്, ഇൻകത്തിന്റെ ടാങ്കിലോട്ട് 2 പൈപ്പിലൂടെ വെള്ളം വരുന്നുണ്ട്. ചില ആളുകളുടെ വീട്ടിലെ മക്കളും ജോലിക്ക് പോകുന്ന ആളുകളുണ്ട്. അവരുടെ വീട്ടിലോട്ട് എന്താണ്, അവരുടെയും കൂടി ഇൻകം ആ ടാങ്കിലോട്ട് വരുന്നുണ്ട്. സോ അത്രയും ഇൻകം ആണ് അവിടുന്ന് സ്പ്ലിറ്റ് ആയി മാറുന്നത്.
സോ ഇന്ന് ഇവിടുത്തെ നമ്മുടെ സിറ്റുവേഷൻ എന്ന് പറയുന്നത്, വീട്ടിലെ ഭാര്യയും ഭർത്താവും ജോലിക്ക് പോയിട്ട് പോലും, അല്ലെങ്കിൽ മക്കളും ജോലിക്ക് പോയിട്ട് പോലും നമ്മൾക്കൊന്നും എന്താണ് ഒരു ഫിനാൻഷ്യൽ ഫ്രീഡത്തിലോട്ടോ ഒരു സാമ്പത്തികമായിട്ടൊരു ഭദ്രതയിലോട്ട് നമുക്ക് എത്തിപ്പെടാൻ സാധിച്ചിട്ടില്ല. സി ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് ഈ പ്രോഗ്രാം കേൾക്കുന്ന ഞാൻ അടങ്ങുന്ന ഓരോ വ്യക്തികളും മിനിമം 10 വർഷമായിട്ടെങ്കിലും നിങ്ങൾ ഇപ്പോൾ നിൽക്കുന്ന മേഖലയിൽ നിങ്ങൾ ജോലിയോ ബിസിനസ്സോ ചെയ്യുന്ന ആളുകളായിരിക്കാം. എത്ര പേർക്ക് നിങ്ങൾ ആ സ്ഥാപനത്തിൽ ഇടുന്ന എഫേർട്ടിനനുസരിച്ച്, നിങ്ങളുടെ ചെലവുകൾ കൂടുന്നതനുസരിച്ച് ആ സ്ഥാപനം നിങ്ങൾക്ക് വരുമാനം സാലറി കൂട്ടി തരുന്നുണ്ട്? ഒരാൾക്ക് പോലും ഉണ്ടാവില്ല എന്ന് തന്നെയായിരിക്കും നമുക്ക് പറയാൻ പറ്റുക. ഇനി ഈ 10 വർഷം നിങ്ങൾ ഒരു മാസം ഒരു 1000 രൂപ നിങ്ങൾ എന്ത് ചെയ്തു, നിങ്ങൾ അക്കൗണ്ടിൽ ഒരു സേവിങ്സ് അക്കൗണ്ടിൽ മാറ്റിയിട്ടു എന്ന് വിചാരിക്കുക. 1000 രൂപ നിങ്ങൾ ഒരു മാസം മാറ്റി ഇട്ടുവെങ്കിൽ ഒരു വർഷം നിങ്ങൾക്ക് 12,000 രൂപ വരും. 10 വർഷം 1,20,000 രൂപ നിങ്ങളുടെ അക്കൗണ്ടിൽ ഉണ്ടാവണം. ഇന്ന് എത്ര പേരുടെ ബാങ്ക് അക്കൗണ്ടിൽ 1,20,000 രൂപ ഒരു അത്യാവശ്യവും ഇല്ലാത്ത, ദാറ്റ് മീൻസ് നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടാവും, അതൊരു പക്ഷെ നാളെ നമുക്ക് മാസം അവസാനം ആവാറായി, അടുത്ത മാസം ഹൗസിംഗ് ലോൺ വേണ്ട സമയത്തിലോട്ട് ലോൺ അടയ്ക്കേണ്ടി വരും, കാറിന്റെ EMI അടയ്ക്കേണ്ടി വരും. അതൊന്നും ഇല്ലാത്ത, ഒരു ടെൻഷനും ഇല്ലാത്ത, നമുക്ക് ഇഷ്ടം പോലെ ചെലവാക്കാൻ പറ്റുന്ന, ഒരു കമ്മിറ്റ്മെന്റും ഇല്ലാത്ത 1,20,000 രൂപ പോലും അക്കൗണ്ടിൽ ഇല്ലാത്ത പല ആളുകളും ഇന്ന് ഈ പ്രോഗ്രാം കൂടെ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. സോ നിങ്ങൾ എല്ലാവരും ഇങ്ങനെ ഒരു സിറ്റുവേഷനിലൂടെയാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഇന്ന് നിങ്ങളോട് പരിചയപ്പെട്ട ഈ ഗ്രോമാർട്ട് മെർക്കന്റൈലിന്റെ ബിസിനസ് അവസരം. സാറ് പറഞ്ഞു, സെബാസ്റ്റ്യൻ സാർ പറഞ്ഞു ഇതൊരു ബിസിനസ് ആണെന്ന് പറഞ്ഞു. ഞാനും പറയുന്നത് ഒരു ബിസിനസ് ആണ്. സോ അപ്പൊ നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത്, എന്തിനാണ് നമ്മൾ ബിസിനസ് ചെയ്യേണ്ടത്? അല്ലെ, എന്തിനാ നമ്മൾ ബിസിനസ് ചെയ്യണം? ഒരു സിനിമയിൽ ഇന്നസെന്റ് പറയുന്ന പോലെ, എന്തിനാ നീയൊക്കെ പഠിക്കണേന്ന് ചോദിച്ച പോലെ, എന്തിനാ നമ്മൾ ഈ ബിസിനസ് ചെയ്യേണ്ടതെന്നാണ് നമ്മൾ ആദ്യം തന്നെ ചിന്തിക്കേണ്ടത്. നിങ്ങളുടെ ഫാമിലിയിലോ അല്ലെങ്കിൽ നിങ്ങളുടെ വീടിന്റെ ഒരു 10 കിലോമീറ്റർ സർക്കിളിൽ വേണ്ട, ഇപ്പോൾ ഒരു 5 കിലോമീറ്റർ സർക്കിളിലുള്ള അത്യാവശ്യം ഫാമിലിയുള്ള ആളുകളെ നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ളതായിരിക്കും, പേഴ്സണലി പരിചയം ഉണ്ടാവും. ഈ 5 കിലോമീറ്റർ സർക്കിളിൽ നല്ലൊരു വീട് വെച്ച് താമസിക്കുന്ന ആളുകള്, മക്കളെ നല്ല നല്ല സ്കൂളുകളിൽ വിദ്യാഭ്യാസം കൊടുക്കുന്ന ആളുകള്, അത്യാവശ്യം നല്ല ലൈഫ് സ്റ്റൈല്, ഒരു പ്രീമിയം കാർ അല്ലെങ്കിൽ അത്യാവശ്യം നല്ലൊരു കാർ മേടിച്ച് യൂസ് ചെയ്യുന്ന ആളുകള്, ഫാമിലിയുടെ ഒപ്പം വെക്കേഷനുകളിലെല്ലാം ട്രിപ്പ് പോകുന്ന ആളുകള്, അങ്ങനെ ഒരു നല്ല ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആളുകളെ നിങ്ങളൊന്ന് ഒബ്സർവ് ചെയ്യുക. മെജോറിറ്റി ആളുകളും, ഒരു 10 പേരെ നിങ്ങൾ എടുത്താൽ ഇത് 9 പേരും ബിസിനസ് എന്ന് പറയുന്ന കാറ്റഗറിയിലൂടെ ആയിരിക്കും അവിടെ എത്തിയിട്ടുണ്ടാവുക. മേ ബി ഒരാള് ചിലപ്പോൾ എന്താ ജോലിയിൽ നിന്ന് ആ ഒരു ലെവലിലൂടെ എത്താം. പക്ഷെ അങ്ങനെ ഒരാളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവർ ഒന്നില്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്ത് ഗൾഫിലും എല്ലാം പോയിട്ടുണ്ടാവും. ഗൾഫിൽ എങ്ങനെ പോവാ? നമ്മുടെ ഫാമിലിയിൽ നമ്മുടെ വൈഫ്, നമ്മുടെ കുട്ടികളെ ഇവിടെയൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, നാട്ടിലാക്കിയിട്ടായിരിക്കും ഒരു പരിധി വരെ ആളുകൾ പോകുന്നത്. ദാറ്റ് മീൻസ് അപ്പൊ അപ്പോഴും നമ്മൾ ആ ഒരു കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്തിട്ട് പോകുന്നത്. ദാറ്റ് മീൻസ് ഞാൻ പറഞ്ഞു വരുന്നത്, ബിസിനസ് ആണ് നമ്മുടെ ലൈഫിനെ ഒരു വേറെ ലെവലിലോട്ട് അല്ലെങ്കിൽ നല്ലൊരു ലൈഫ് സ്റ്റൈലിലോട്ട് മാറ്റാൻ പറ്റുന്ന ഇന്ന് മാർക്കറ്റിലുള്ള ഏറ്റവും നല്ല ഒരു മേഖല. ദാറ്റ് മീൻസ് എന്ന് വിചാരിച്ച് നമ്മളൊരു ട്രഡീഷണൽ ബിസിനസ് ചെയ്യാനുള്ള പോയാലുള്ള അവസ്ഥ എന്തായിരിക്കും? നമ്മളൊരു 10 ലക്ഷം രൂപ മുടക്കി ഒരു ട്രഡീഷണൽ ബിസിനസ് തുടങ്ങിക്കഴിഞ്ഞാൽ ആ ബിസിനസ് റൺ ചെയ്യാൻ വേണ്ടിയിട്ട് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന രീതിയിൽ എഗെയിൻ നമുക്കൊരു 5 ലക്ഷം നമ്മുടെ കയ്യിൽ വേണം. നമ്മുടെ കഷ്ടകാലത്തിന് ആ ബിസിനസ് എങ്ങാനും ഫെയിലിയർ ആയുള്ള അവസ്ഥ എന്താണ്? നമ്മൾ ഈ പറയുന്ന 10 ലക്ഷം രൂപ 15 ലക്ഷം രൂപയുടെ കടക്കാരനായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, മാറുകയാണ്. അപ്പൊ നമ്മുടെ ഫാമിലി നമ്മൾ എന്തുകൊണ്ട് പറയും, നീ എന്തിനാണ് ആവശ്യമില്ലാത്ത പരിപാടിക്ക് പോയത്? സോ അവിടെയാണ് ഗ്രോമാർട്ട് എന്ന് പറയുന്ന ഈ കമ്പനിയുടെ പ്രത്യേകത. ഇവിടെ നമ്മൾക്ക് ഈ ബിസിനസ് ആരംഭിക്കാൻ ഏറ്റവും കുറഞ്ഞത് വെറും 999 രൂപ, 1000 രൂപയ്ക്ക് 1 രൂപ കുറവ്, അല്ലെ? 999 രൂപ മുടക്കാൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ, നിങ്ങൾക്ക് ആ ഒരു എമൗണ്ട് മുടക്കി ഒരു റിസ്ക് എടുക്കാൻ, ഒരു ചങ്കൂറ്റം കാണിക്കാൻ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ഈ ബിസിനസ്സിലൂടെ വരുമാനം ഉണ്ടാക്കാൻ പറ്റും. ഇവിടെ ഗ്രോമാർട്ടില് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് പൈസയല്ല. ഇവിടെ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് ഇവിടുത്തെ നിങ്ങളുടെ സമയമാണ്. ദാറ്റ് മീൻസ് ഇവിടെ നിങ്ങൾക്ക് 0 ഇൻവെസ്റ്റ്മെന്റ് ആണ്. കാരണം നിങ്ങൾ കൊടുക്കുന്ന പൈസയ്ക്ക് നിങ്ങളുടെ വീടുകളിൽ എന്ത് ചെയ്യും, പ്രോഡക്റ്റ് വരും. ഈ വരുന്ന പ്രോഡക്റ്റ് നിങ്ങൾക്ക് ഉപയോഗിക്കാം. അത്രയും റിസൾട്ട് ആയിട്ടുള്ള ഹൈലി ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റുകൾ ഓപ്പൺ മാർക്കറ്റിൽ വരെ പ്രൊഡക്റ്റ് നമ്മൾ മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. സോ ഞാൻ ബിസിനസ്സിലോട്ട് വരാം. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് നമുക്ക് 0 ഇൻവെസ്റ്റ്മെന്റ് ആണ്. പോട്ടെ, നമ്മൾ 1000 രൂപ ഇൻവെസ്റ്റ് ചെയ്തു എന്ന് വിചാരിക്കാം. 1000 രൂപയ്ക്ക് നമുക്ക് ഇന്ന് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ ഫാമിലിയിൽ ഒരു 4 പേര് പുറത്തു പോയി ഒരു ഭക്ഷണം കഴിച്ചാൽ 1000 രൂപ തീരും. ഒരു ഷർട്ട് മേടിക്കാൻ പോയി കഴിഞ്ഞാൽ 1000 രൂപ തീരും. ഒരു ചുരിദാർ മേടിച്ചാലോ 1000 രൂപ തീരും. സോ അത്ര ചെറിയ എമൗണ്ട് കൊണ്ട് നിങ്ങൾക്ക് തുടങ്ങാൻ പറ്റുന്ന ഒരു ബിസിനസ് അവസരമാണ് കഴിഞ്ഞ ഒരു 1/2 മണിക്കൂർ കൊണ്ട് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സോ അപ്പൊ ഈ ബിസിനസ് നിങ്ങൾ ആരംഭിച്ചു, സിസ്റ്റമാറ്റിക് ആയിട്ട് നിങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏതൊരു ട്രഡീഷണൽ ബിസിനസ്സുകാരനും കിട്ടാത്ത തരത്തിലുള്ള ഇൻകം പൊട്ടൻഷ്യൽ നിങ്ങൾക്ക് എന്തുണ്ടാൻ പറ്റും, ഇതിലൂടെ
നേടാൻ പറ്റും. സോ അതിന് നമ്മൾ എന്ത് ചെയ്യണം? സിസ്റ്റമാറ്റിക് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്തോണം? വർക്ക് ചെയ്താണ്. എന്നാൽ മാത്രമേ നമുക്ക് ഇതിലൂടെ വരുമാനം കിട്ടൂ. ഞാൻ വീണ്ടും പറയുന്നു, ഗ്രോമാറ്റ് എന്ന് പറയുന്നത് ഒരു സൂപ്പർ ലോട്ടറി അല്ല, ഇതൊരു ബിസിനസ് ആണ്. ഏതൊരു ബിസിനസ്സിലും നമ്മൾ എടുക്കുന്ന ഇൻവോൾവ്മെന്റ് പോലെ തന്നെ ഈ ബിസിനസ്സിൽ നമ്മൾ ഇൻവോൾവ് ചെയ്യണം. നമ്മൾ ട്രഡീഷണൽ ബിസിനസ് തുടങ്ങി കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ കുത്തിരിക്കുമല്ലോ. നമ്മൾ എന്താ ചെയ്യുക? രാവിലെ തൊട്ട് രാത്രി വരെ നമ്മുടെ 24 hours നമ്മുടെ തലയിലെന്തായിരിക്കും? ആ ബിസിനസിനെ കുറിച്ച് ചിന്താഗതിയായിരിക്കും. ഒരു ദിവസം നമ്മുടെ ഒരു സ്റ്റാഫ് വന്നിട്ടുണ്ടെങ്കിൽ ആ സ്റ്റാഫിന്റെ പണി കൂടെ ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഏറ്റെടുക്കേണ്ടി വരും. സോ അത്രയും നമ്മൾ വിജിലന്റ് ആയിട്ട് ഇരിക്കുമ്പോഴാണ് ഒരു ട്രഡീഷണൽ ബിസിനസ് നമുക്ക് വിജയിക്കാൻ സാധിക്കുന്നത്. ദ സെയിം വേ ഈ ബിസിനസ്സിലും നിങ്ങൾ അത്രയും സിസ്റ്റമാറ്റിക് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? വർക്ക്ഔട്ട് ചെയ്യുക. ഇവിടെ നമുക്ക് വേണ്ടത് ഹാർഡ് വർക്ക് അല്ല, ഇവിടെ നമുക്ക് വേണ്ടത് സ്മാർട്ട് വർക്കാണ്. സോ ഞാൻ പറഞ്ഞു, ബിസിനസ് ആണ് നല്ല ലൈഫ് സ്റ്റൈലിലോട്ട് മാറാൻ പറ്റുന്ന ഒരു മേഖല എന്ന് പറയുന്നത്. സോ അവിടെ ഗ്രോമാർട്ടിന്റെ ഒരു പ്രസക്തി എന്ന് പറയുന്നത് വളരെ കുറഞ്ഞ എമൗണ്ട് കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ബിസിനസ് ആരംഭിക്കാൻ പറ്റും. ഈ ഒരു ബിസിനസ്സിൽ ഒരു പാൻ കാർഡ് നമുക്ക് 3 ID ആണ് എടുക്കാൻ പറ്റുക. സോ 3 ID എടുക്കണമെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും കുറഞ്ഞത് 3000 രൂപ, 999 രൂപ വെച്ച് 3 ID എടുത്താൽ നമുക്ക് 3000 രൂപ ചെലവ് വരും. ഇനി കുറച്ചുകൂടി ഇൻകം പൊട്ടൻഷ്യൽ വേണം, കുറച്ചുകൂടി വരുമാനം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിന്റെ അടുത്ത പ്ലാനിലോട്ട്, പേൾ എന്ന പ്ലാനിലോട്ട് പോവാം, അല്ലെങ്കിൽ ഗോൾഡ് എന്ന പ്ലാനിലോട്ട് പോവാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. സോ എന്താണെങ്കിലും ഒരു എത്രയും ചെറിയ എമൗണ്ടിൽ ഇന്ന് മാർക്കറ്റിൽ തുടങ്ങാൻ പറ്റുന്ന വേറെ ഒരു ബിസിനസ്സും ഇല്ല. അതാണ് ഗ്രോമാർട്ട്. ഇനി ഈ ബിസിനസ് ചെയ്താൽ നിങ്ങളുടെ അടുത്ത പ്രത്യേകത എന്താ പറയുന്നത്? കമ്പനി നിങ്ങൾക്ക്, അതായത് ഈ ബിസിനസ് ആരംഭിച്ചു, നിങ്ങൾ 1 ലക്ഷം രൂപ ഈ കമ്പനിയിലൂടെ നിങ്ങൾ വരുമാനം മേടിച്ചു കഴിഞ്ഞാൽ കമ്പനി നിങ്ങൾക്ക് 13,40,000 രൂപ വരെ കവറേജ് കിട്ടുന്ന ഒരു ഇൻഷുറൻസ് കമ്പനി എന്തുണ്ട്? അബ്സല്യൂട്ട്ലി നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഫ്രീ ആയിട്ട് തരുന്നുണ്ട്. അതായത് 1 ലക്ഷം രൂപ നിങ്ങൾ വരുമാനം മേടിക്കുമ്പോൾ കമ്പനി വീണ്ടും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരുന്നത് എന്താണ്? 13,40,000 രൂപ വരെ കവറേജ്, ടോട്ടൽ കവറേജ് കിട്ടുന്ന ഒരു ഇൻഷുറൻസ് 1 വർഷത്തേക്ക് കമ്പനി നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് എടുത്തു തരികയാണ്. നിങ്ങൾക്കറിയാം, ഒരു ഇൻഷുറൻസ് എടുക്കണമെങ്കിൽ അല്ലെങ്കിൽ ഒരു പോളിസി നമുക്ക് കവറേജ് എടുക്കണമെങ്കിൽ എത്രായിരം രൂപ നിങ്ങൾക്ക് മുടക്കേണ്ടി വരും? പല ആളുകളും ഇൻഷുറൻസ് എടുക്കുന്ന ആളുകളാണ്. സോ ആ ഒരു ഇൻഷുറൻസ് ആണ് കമ്പനി ഇവിടെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരുന്നത്. സോ അതുപോലെ തന്നെ നമ്മൾ റീപർച്ചേസ് സിസ്റ്റം, കമ്പനിയുടെ റീപർച്ചേസ് സിസ്റ്റത്തെ കുറിച്ച് സെബാസ്റ്റ്യൻ സാർ പറഞ്ഞു. എല്ലാവരും വളരെ എക്സൈറ്റഡോടെയാണ് വെയിറ്റ് ചെയ്തിരിക്കുന്നത്. ഈവൻ പേഴ്സണലി ഞാനടക്കം വളരെ എക്സൈറ്റ്മെന്റ് ആണ് ആ സിസ്റ്റം ഇംപ്ലിമെന്റ് ആവുന്ന ഒരു ദിവസത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ. കാരണം ആ ഒരു ദിവസം അല്ലെങ്കിൽ ആ സിസ്റ്റം ഇംപ്ലിമെന്റ് ആവുമ്പോൾ ഇന്ത്യൻ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഇൻഡസ്ട്രിയിലെ ആദ്യത്തെ കമ്പനിയാണ് ഇത്രയും സിമ്പിൾ ആയിട്ട് ഒരു റീപർച്ചേസ് സിസ്റ്റം ഇംപ്ലിമെന്റ് ചെയ്യുന്ന ആദ്യത്തെ കമ്പനി. സോ നമുക്ക് ശേഷം പല കമ്പനികൾ വന്നേക്കാം. അങ്ങനെയുള്ള ചരിത്രങ്ങളാണ് ഇതിന്റെ മുമ്പും കണ്ടിട്ടുള്ളൂ. നമ്മൾ ഈ മാർക്കറ്റ് ഇൻഡസ്ട്രിയിൽ ഗ്രോമാർട്ട് എന്ന് പറയുന്ന ബിസിനസ് 2024 മാർച്ച് മാസം ആരംഭിക്കുന്നതിന് മുന്നേ ഒരു കമ്പനി പോലും 999 പ്ലാൻ ഉണ്ടായിരുന്നില്ല, ബിസിനസ് പ്ലാൻ ഉണ്ടായില്ല. കമ്പനി ഗ്രോമാർട്ട് എന്ന ബിസിനസ് ആരംഭിച്ചോ അതിന് 3 മാസത്തിനുള്ളിൽ പല കമ്പനികളും ഈ പ്ലാൻ കോപ്പി അടിച്ച് പല സിസ്റ്റമായിട്ട് വരും. സോ അതൊന്നും കുഴപ്പമില്ല. കാരണം വെച്ചാൽ നമ്മുടെ ഇൻഡസ്ട്രി ഇഷ്ടം പോലെ ആളുകളുണ്ട്. നമുക്കറിയാം, നമ്മുടെ സമൂഹത്തിലെ അപ്പർ ക്ലാസ് ഫാമിലി ഉണ്ട്, മിഡിൽ ക്ലാസ് ഫാമിലി ഉണ്ട്, ലോവർ ക്ലാസ് ഫാമിലി ഉണ്ട്. മിഡിൽ ക്ലാസ്സും ലോവർ ക്ലാസ്സിലെ അപ്പർ ക്ലാസ് ആയിട്ടുള്ള ആളുകൾ മാത്രമാണ് മെജോറിറ്റി ആളുകൾ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഇൻഡസ്ട്രിയിലോട്ട് കടന്നു വരുന്നത്. സമൂഹത്തിലെ അപ്പർ ക്ലാസ് ഫാമിലിയിലുള്ള ആളുകൾ വളരെ കുറച്ച് മാത്രമാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് മേഖല തിരഞ്ഞെടുക്കുന്നുള്ളൂ. ദാറ്റ് മീൻസ് മിഡിൽ ക്ലാസ്സിൽ താഴെയുള്ള ആളുകളാണ് ഈ ഇൻഡസ്ട്രിയിലോട്ട് കടന്നു വരുന്നത്. അങ്ങനെയുള്ള ലക്ഷം കോടിക്കണക്കിന് ആളുകൾ നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഉണ്ട്. സോ അതുകൊണ്ട് നമുക്ക് അതിലൊന്നും ടെൻഷൻ ഇല്ല. ഏത് കമ്പനിയും ഇതുപോലെ പ്ലാൻ ആയിട്ട് വരുന്നത് നമുക്ക് ഒരു ടെൻഷൻ ഇല്ല. ദാറ്റ് മീൻസ് ഞാൻ പറഞ്ഞു വരുന്ന പോയിന്റിലോട്ട് വരാം. റീപർച്ചേസ് സിസ്റ്റം നമ്മൾ ഇംപ്ലിമെന്റ് ആകുമ്പോൾ ആദ്യത്തെ കമ്പനി ആയിരിക്കും ഈ ഒരു സിസ്റ്റത്തിലോട്ട് കടന്നു വരും. ഇത്രയും സിമ്പിൾ ആയിട്ട് ഇവിടെ കമ്പനി നിങ്ങളോട് പറയുന്നത്, നിങ്ങളുടെ ചെലവുകൾ നിങ്ങളുടെ വരുമാനമാക്കി നിങ്ങൾക്ക് മാറ്റാൻ പറ്റും. ദാറ്റ് മീൻസ് നിങ്ങളുടെ വീട്ടിലോട്ട് ആവശ്യമായിട്ടുള്ള നിത്യോപയോഗ സാധനങ്ങൾ നിങ്ങൾ ഇപ്പൊ മേടിക്കുന്ന ഷോപ്പ് ഏതാണോ ആ ഷോപ്പ് നിങ്ങളൊന്ന് മാറ്റിയാൽ മതി. ഒരിക്കലും നിങ്ങൾ ബ്രാൻഡ് മാറ്റണ്ട. നിങ്ങൾ ഇപ്പൊ എന്താണോ ഉപയോഗിക്കുന്നത് നിങ്ങൾ കംഫർട്ടായിട്ട് അതാണ് ഉപയോഗിച്ചോ. പക്ഷെ ഇപ്പൊ മേടിക്കുന്ന ഷോപ്പ് നിങ്ങൾ എന്ത് ചെയ്യണം? കമ്പനി ഒന്ന് മാറ്റണം. കമ്പനി ടൈപ്പ് ആയിട്ടിരിക്കുന്ന ഷോപ്പുകളായിട്ട് എന്ത് ചെയ്യണം? നിങ്ങൾ പർച്ചേസ് ചെയ്താലാണ് നിങ്ങളുടെ റീപർച്ചേസ് ഇൻകം നിങ്ങൾക്ക് അവിടെ വരാൻ സാധിക്കത്തുള്ളൂ. CDR ഫ്രണ്ട്സ്, നിങ്ങളൊരു 100 പേരുടെ ടീമിനെ ക്രിയേറ്റ് ചെയ്തു എന്ന് വിചാരിക്കുക. ഒരു 100 പേരുടെ ഫാമിലി നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഫാമിലിയെ സംബന്ധിച്ച് മിനിമം ഒരു 5000 രൂപയുടെ പർച്ചേസ് ഒരു മാസം ഉണ്ടാവും. സോ ഏകദേശം 5 ലക്ഷം രൂപയുടെ പർച്ചേസ് ആണ് ഒരു മാസം നിങ്ങളുടെ ടീമിൽ നടക്കുന്നത്. ഇതിന്റെ 20 to 50% നമുക്ക് എന്താണ്? നമ്മുടെ 20 ലെവലിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യും?
നമ്മുടെ വരുമാനമായിട്ട് നിങ്ങളുടെ കയ്യിലോട്ട് എത്തും. സോ അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു റീപർച്ചേസ് സിസ്റ്റമാണ് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. ഇനി ഈ 100 പേരുടെ ടീം ഒരു 1000 പേരിലോട്ട് പോയി കഴിഞ്ഞാൽ 50 ലക്ഷം രൂപയുടെ പർച്ചേസ് ആണ് ഒരു മാസം നടക്കുന്നത്. ഇത് ഏപ്രിൽ മാസം നടന്നു, ഏപ്രിൽ കഴിഞ്ഞ് മെയ് മാസം ചെന്നാലോ അപ്പോഴും നമുക്ക് ഈ പർച്ചേസ് നടക്കും. സാധാരണ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഇൻഡസ്ട്രിയിൽ ബിസിനസ് ചെയ്ത ആളുകൾക്ക് ഒരു പരിചയമുണ്ട്. കാരണം അവിടെ പുതിയ പുതിയ ആളുകളെ കൊണ്ടുവന്നാൽ ജോയിൻ ചെയ്താൽ മാത്രം വരുമാനമുള്ള കമ്പനികളാണ് മാർക്കറ്റിലുള്ളത്. ഇനി റീപർച്ചേസ് ഉള്ള കമ്പനികളുണ്ട്, അവിടെ ആ കമ്പനികളുടെ പ്രൊഡക്റ്റുകൾ നിർബന്ധമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, മേടിക്കേണ്ട സിറ്റുവേഷൻ ആണ്. സോ ഇവിടെ എന്താണ്, നിങ്ങൾ ടീമിനെ ക്രിയേറ്റ് ചെയ്താൽ ആ ടീമിൽ പുതിയ പുതിയ ജോയിനിങ്സ് ഉണ്ടായില്ലെങ്കിൽ കൂടെ നിങ്ങൾക്ക് ആ ടീമിനെ നിങ്ങളൊരു റീപർച്ചേസ് സിസ്റ്റം ഒന്ന് ട്രെയിൻ ചെയ്യിപ്പിച്ചാൽ മതി. ഷോപ്പ് മാത്രം മാറ്റിച്ച് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ടൈപ്പ് ആക്കിച്ച് കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു റീപർച്ചേസ് ഇൻകത്തിലോട്ട് വരും. അതുപോലെ തന്നെ കമ്പനിയുടെ മെന്റർഷിപ്പ് ബോണസ് ഇൻകം, ബ്യൂട്ടിഫുൾ ഇൻകം ആണ്. നമ്മളൊരു 10 പേരെ ഈ ബിസിനസ്സിലോട്ട് കൊണ്ടുവന്നു, അവരെ ഒന്ന് ഹെൽപ്പ് ചെയ്തു, അവരെ ഒന്ന് വരുമാനം മേടിക്കാൻ നമ്മൾ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ 1 ലക്ഷം രൂപ വെച്ച് ഒരു മാസം മേടിക്കുന്ന 10 പേരുണ്ട്. ആ 10 പേരിൽ നിന്ന് 5% വെച്ച് നിങ്ങൾക്ക് 50,000 രൂപ ഒരു മാസം നിങ്ങൾക്ക് മെമ്പർഷിപ്പിലൂടെ തന്നെ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും, പ്ലസ് നിങ്ങളുടെ ഇൻകം. സോ ഇത്രയും ഇൻകംസ് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് കമ്പനി നിങ്ങളോട് അല്ലെങ്കിൽ ഒരു പുതിയ ഡിസ്ട്രിബ്യൂട്ടർക്ക് വേണ്ടത് 999 രൂപയാണ്. 3 ID എടുത്ത് സീരിയസ് ആയിട്ട് ബിസിനസ് ചെയ്യണമെങ്കിൽ ഒരു 3 ID എടുത്ത് പർച്ചേസ് ചെയ്യുക, 3000 രൂപ മുടക്കി നമ്മൾ ബിസിനസ് തുടങ്ങുക. സോ നിങ്ങളുടെ ലൈഫില് സാമ്പത്തികമായിട്ടുള്ള എല്ലാ ആവശ്യങ്ങൾക്കും, സാമ്പത്തികമായിട്ടുള്ള മേഖലയിൽ മാറ്റങ്ങൾ ഗ്രോ മാറ്റം ഉണ്ടാക്കാൻ സാധിക്കാൻ വേണ്ടിയിട്ടാണ് കമ്പനി മുന്നോട്ട് ഇട്ടറിയത്. ഞങ്ങളെ വിശ്വസിച്ച് വന്ന എല്ലാവരെ സംബന്ധിച്ചും അത് എല്ലാവർക്കും ഇത് അറിയാനും പറ്റും. ഞാൻ പറഞ്ഞ ഗ്രോ മാറ്റം എന്ന് പറഞ്ഞ സൂപ്പർ ലോട്ടറി അല്ല. ഇന്ന് സ്റ്റാർട്ട് ചെയ്തു, നാളെ തൊട്ട് നിങ്ങൾ ഒരിക്കലും ലക്ഷാധിപതിയോ അല്ലെങ്കിൽ കോടീശ്വരന്മാരോ ആവില്ല. നിങ്ങൾ ഈ ബിസിനസ്സിൽ സിസ്റ്റമാറ്റിക് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഇന്ന് ബിസിനസ് ആരംഭിച്ചാൽ നാളെ തൊട്ട് നിങ്ങൾക്ക് ഒരു പുതിയ വരുമാനത്തിന്റെ പൈപ്പ് ലൈൻ കൂടി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ വരുമാനത്തിന്റെ ടാങ്കിലോട്ട് ഒരു പുതിയ പൈപ്പ് ലൈൻ കൂടി നിങ്ങൾക്ക് പണി തുടങ്ങാൻ പറ്റും. ആ പുതിയ പൈപ്പ് ലൈനിന്റെ പണി നിങ്ങൾ തുടങ്ങി, ആ പൈപ്പ് ലൈനിലൂടെ ഒരു കണ്ടിന്യൂസ് വരുമാനം വന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിലെ സാമ്പത്തികമായ മാറ്റങ്ങൾക്ക് ഉണ്ടാവാൻ സാധിക്കും. സെബാസ്റ്റ്യൻ സാർ പറഞ്ഞു കമ്പനിയുടെ വിഷൻ അല്ലെ, എല്ലാവർക്കും സ്വപ്നങ്ങളുണ്ട്. എനിക്കും സ്വപ്നങ്ങളുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും സ്വപ്നങ്ങളുണ്ട്. നമ്മുടെ കലാം സാർ പറഞ്ഞ പോലെ സ്വപ്നങ്ങൾ ഒരിക്കലും നമ്മളുടെ ഉറക്കത്തിൽ കാണുന്നതല്ല സ്വപ്നമായിരിക്കണമെന്ന് പറയുന്നത് അല്ലെ. നമ്മളുടെ ഉറക്കം കെടുത്തി കളയണം നമ്മളെ സ്വപ്നങ്ങൾ. ഈ സ്വപ്നങ്ങളൊന്നും നമുക്ക് ചുമ്മാ നമ്മൾ കാണുക, ഓക്കെ പോവുക, അങ്ങനെയല്ല. ഇതൊക്കെ നമുക്ക് നേടിയെടുക്കണം. ഈ സ്വപ്നങ്ങളിലോട്ട് നമ്മൾ എത്തണം. ഈ സ്വപ്നങ്ങൾ എല്ലാവർക്കും ഉണ്ട്. ഒരു വീടില്ലാത്തവർക്ക് വീട് വെക്കേണ്ടവരും, ഒരു കാറില്ലാത്തവർക്ക് കാർ മേടിക്കേണ്ടവരും, അങ്ങനെ എല്ലാവർക്കും ചെറുതും വലുതുമായ പല പല സ്വപ്നങ്ങൾ ഉണ്ടാവും. ഈ സ്വപ്നങ്ങളിലോട്ട് നിങ്ങൾക്ക് എത്താൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വിലങ്ങ് തടിയായി നിൽക്കുന്നത് വരുമാനമാണ് എങ്കിൽ നിങ്ങൾ ഈ ബിസിനസ്സിനെ 2 കൽപ്പിച്ച് സ്റ്റാർട്ട് ചെയ്യുക. എനിക്കിത് പറയാനുള്ളത് ഈ ബിസിനസ് ആദ്യമായി കേൾക്കാൻ വന്ന ആളുകളോടാണ്. ഇന്ന് ഒരു 3000 രൂപയ്ക്ക് അല്ലെങ്കിൽ ഏറ്റവും കുറവാക്കി തുടങ്ങാൻ പറ്റുന്ന ഒരു ബിസിനസ്സും ഇല്ല. സോ അത്രയധികം ഇൻകത്തിലോട്ട് നിങ്ങൾക്ക് എത്താൻ പറ്റും. നിങ്ങൾ ആരാണോ ഈ ബിസിനസ്സിലോട്ട് ഇൻവൈറ്റ് ചെയ്തത്, ആരാണ് നിങ്ങൾക്ക് ഈ പ്രോഗ്രാമിനെ കുറിച്ച് ഷെയർ ചെയ്തത്, അദ്ദേഹത്തിന് ഈ പ്രോഗ്രാം കഴിയുമ്പോൾ തന്നെ അദ്ദേഹത്തിന് വിളിച്ചൊരു നന്ദി പറയുക. കാര്യം വേറെ ഒന്നുമല്ല, നിങ്ങൾ ബിസിനസ് തുടങ്ങാതിരിക്കുമോ എന്തെങ്കിലും ആവട്ടെ, അത് നിങ്ങളുടെ ഇഷ്ടമാണ്, അത് നിങ്ങളുടെ തീരുമാനമാണ്. ഇത്രയും നല്ലൊരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തന്ന ആ സുഹൃത്തിനെ അല്ലെങ്കിൽ ആ ഒരു മെമ്പറെ നിങ്ങൾ വിളിച്ച് നന്ദി പറയുക. നന്ദി പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ഈ ബിസിനസ്സിനെ ഡൗട്ടുകൾ എന്തെങ്കിലും അത് ചോദിച്ച് മനസ്സിലാക്കിക്കൊണ്ട് ഇന്ന് തന്നെ ഈ ബിസിനസ്സുമായി അസോസിയേറ്റ് ചെയ്യുക. അങ്ങനെ നാളെ തൊട്ട് നിങ്ങളുടെ വരുമാനത്തിന്റെ ടാങ്കിലോട്ട് ഒരു പുതിയ പൈപ്പ് ലൈൻ തുടങ്ങാൻ സാധിക്കട്ടെ. ഗ്രോമാർട്ട് എന്ന് പറയുന്ന ബിസിനസ്സിനെ വിശ്വസിച്ച് കൂടെ നിൽക്കുന്ന എല്ലാവർക്കും അവരുടെ സാമ്പത്തിക മേഖലയിൽ നല്ലൊരു മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കട്ടെ. സക്സസ് എന്ന് പറയുന്നത് ഒരുത്തന്റെ കുത്തകയല്ല. സക്സസ് ഈസ് നോബഡീസ് മോണോപ്പൊളി. വിജയം എന്നത് ഒരുത്തന്റെ കുത്തകയല്ല. ഇന്ന് ഈ ബിസിനസ് ചെയ്ത് വരുമാനം മേടിക്കുന്ന ഓരോ വ്യക്തികൾ ഉണ്ട് എങ്കിൽ നാളെയും അവർ കൊണ്ടുവന്ന ആളുകൾക്കും അതേപോലെ തന്നെയുള്ള ഒരു ഈക്വൽ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റിയാണ് കിട്ടുന്നത്. സോ ഇവിടെ ഇന്ന് വന്ന ആൾക്കും കഴിഞ്ഞ മാസം വന്ന ആൾക്കും കഴിഞ്ഞ വർഷം വന്ന ആൾക്കും കിട്ടുന്നതും നാളെ വരാൻ പോകുന്ന ആളുകൾക്ക് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്ന അവസരം എന്ന് പറയുന്ന സെയിം ആണ്. ആ അവസരത്തിൽ നമ്മൾ എങ്ങനെ പ്രവർത്തിക്കുന്നു അതിനനുസരിച്ചിരിക്കും നമ്മളുടെ വരുമാനം. സോ നിങ്ങൾ എല്ലാവർക്കും നിങ്ങളുടെ സ്വപ്നങ്ങൾ എല്ലാം ഇതിലൂടെ നേടാൻ സാധിക്കട്ടെ. അതിന് ഈ കമ്പനിക്ക് ഒരു കാരണമായി മാറട്ടെ. ഞങ്ങൾക്ക് അതിന് സാധിക്കട്ടെ. എന്റെ കയ്യിൽ നിന്ന് സെബാസ്റ്റ്യൻ പറഞ്ഞ ആഴ്ചയിൽ 2 ദിവസമാണ് നമുക്ക് പേ ഔട്ട് വരുന്നത്. ഈ 2 ദിവസം പേ ഔട്ട് വിടുന്നത് എന്റെ കൈകളിലൂടെയാണ്. എന്റെ കൈകളിലൂടെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകളുടെ കൈകളിലോട്ട് കോടിക്കണക്കിന് രൂപ എത്താൻ ഞാനൊരു നിമിത്തമായി മാറട്ടെ. ഞാൻ അതിനുവേണ്ടി ദൈവം എന്നെ അനുഗ്രഹിക്കട്ടെ, നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, കമ്പനി അനുഗ്രഹിക്കട്ടെ. ആത്മാവിൽ പ്രാർത്ഥിക്കുന്നു. വിഷ് യു ഓൾ ദ ബെസ്റ്റ്, വിഷ് യു ഓൾ ദ സക്സസ്. താങ്ക് യു.
താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്. ഈ ഒരു വേർഡ്സ്, വാല്യുബിൾ വേർഡ്സ് ഇത് കേൾക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും നേരം ഈ 64 മാഡം ഒരു മെമ്പേഴ്സ് നിമിഷം ഇവിടെ. മാഡം ഒരു നിമിഷം, സെബാസ്റ്റ്യൻ സാറേ മഞ്ജു മാഡത്തിനെ സ്പോട്ട് ലൈറ്റിൽ അടി. ഓക്കെ, താങ്ക് യു സർ, താങ്ക് യു. ഈ ഒരു സമയത്തിനേക്ക് വേണ്ടി സാറിന്റെ കാതോർത്തിരുന്നത്, സാറിന്റെ വാല്യുബിൾ വേർഡ്സ് കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഈ 64 പേര് ഇത്രയും 1 hour ആയിട്ട് ഇവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ മുകളിൽ ഇനി പറയാനൊന്നുമില്ല ഉണ്ട് അല്ലേ? അതായത് നമുക്ക് മറ്റൊരു കമ്പനിയിലും നമുക്ക് ഈ ഒരു ധന്യമുഹൂർത്തം ഇല്ല. എന്തെന്ന് വെച്ചാൽ എവിടെയോ ഒരു മാനേജിംഗ് ഡയറക്ടർ ഉണ്ട് എന്നായിരിക്കും പല കമ്പനികളിലും നമുക്കറിവ്. ബട്ട് ഗ്രോമാർട്ട് അങ്ങനെ അല്ല. മാനേജിംഗ് പാർട്ണർ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ നമ്മളുടെ കൂടെയുണ്ട്. അത് തന്നെയാണ് നമ്മളുടെ ഏറ്റവും വലിയ മോട്ടിവേഷൻ. കാര്യം നമ്മൾക്ക് എന്തൊരു ആവശ്യം വന്നെന്ന് പറഞ്ഞാലും നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കോൾ ചെയ്യാനും അവരോട് സംസാരിക്കാനും ഉള്ള ഒരു ഓപ്പർച്യൂണിറ്റി നമുക്കുണ്ട്. അതുപോലെ ഒഫീഷ്യലായിട്ട് സാർ ഈ ഒരു പ്രോഗ്രാം അനൗൺസ് ചെയ്തിട്ടില്ല, എന്നാലും എവറി സൺഡേയിൽ നമ്മുടെ ഈ ഒരു BOP സെക് ഉണ്ടായിരിക്കുന്നതാണ്. അതുപോലെ താങ്ക് യു സർ, താങ്ക് യു, വെൽക്കം. എന്താ പറയുന്നത് സാർ, ഈ ഒരു മീറ്റിംഗിൽ വന്ന് നമുക്ക് വേണ്ടിയിട്ട് സംസാരിച്ചതിനും നമ്മളോട് കാണാൻ എത്തിയതിനും എല്ലാത്തിനും ഒരുപാട് നന്ദി. അതിലുപരി നമ്മളുടെ ഈ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി പ്രസന്റേഷൻ നമുക്ക് തരാൻ വേണ്ടി വളരെ ആപ്റ്റായിട്ടുള്ള, ഇന്ന് നമ്മുടെ കമ്പനിയിൽ ഏറ്റവും ഭംഗിയായി ഈ ഒരു പ്ലാൻ പ്രസന്റ് ചെയ്യുന്ന ഞങ്ങളുടെ എല്ലാം വളരെ സ്നേഹത്തോടുകൂടി നമ്മൾ ബഹുമാനിക്കുന്ന നമ്മളുടെ ടീം ലീഡർ സെബാസ്റ്റ്യൻ സാറാണ്. സാർ ഈ ഒരു സെക്ഷൻ നമുക്ക് എടുത്തു തന്നതിനും ഒരുപാട് നന്ദി. അതുപോലെ തന്നെ നമ്മുടെ മറ്റു മാനേജിംഗ് പാർട്ട്നേഴ്സിനോടും, അതിലെല്ലാം ഉപരി ഈ ഒരു ഗ്രോമാർട്ട് എന്ന് പറയുന്നത് നമ്മൾ കമ്മ്യൂണിറ്റിയാണ്. ഇന്ന് ഈ ഒരു പ്രോഗ്രാം കേൾക്കാൻ എത്തിയ 64 മെമ്പേഴ്സിനും എന്റെ മനസ്സുകൊണ്ട് എല്ലാവർക്കും ഒരു നന്ദി, വലിയ നന്ദി അറിയിച്ചുകൊണ്ട് ഈ ഒരു പ്രോഗ്രാം നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. എല്ലാവർക്കും ശുഭരാത്രി, ഗുഡ് നൈറ്റ്. സൈനിങ് ഓഫ് മഞ്ജു രാജു. താങ്ക് യു, താങ്ക്സ് ഓൾ.